അപ്പൊ നമ്മള് IC എഞ്ചിന്റെ ആ ഒരു ലാസ്റ്റ് പാർട്ടിലേക്ക് നീങ്ങുകയാണ്. അതായത് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൂളിംഗ് സിസ്റ്റം ആണ് പഠിച്ചത്. അതുപോലെ IC എഞ്ചിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതും ഈ പറയുന്ന പോലെ തിയറി ആണ്. പക്ഷെ തിയറി ആണെങ്കിലും ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടണം, മാക്സിമം കിട്ടണം. അപ്പൊ കറക്റ്റ് ആയിട്ട് വ്യക്തമായിട്ട് ഓരോ ടൈപ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്താണെന്നുള്ളതും ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഡിസൈഡ് പ്രോപ്പർട്ടീസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കാരണം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കാണിപ്പിക്കുന്ന രീതിയിൽ ഉമ്മാർ തരും, ക്വസ്റ്റ്യൻസ് തരുമ്പോൾ തരും. അതായത് താഴെ തന്നിരിക്കുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണ്, ഫംഗ്ഷനിൽ പെടാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കും. അല്ല ഡിസൈറബിൾ പ്രോപ്പർട്ടീസിൽ ഉള്ളത് ഏതാണ്, ഇല്ലാത്തത് ഏതാണ് എന്നൊക്കെ പറഞ്ഞ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കും. അപ്പൊ തിയറി ആണ്, സിമ്പിൾ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മളുടെ വിജയം എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ ആ ഒരു ടോപ്പിക് പഠിച്ചു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം, നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് നമുക്കറിയാം അല്ലെ. മൂവിങ് കമ്പോണൻസിന്റെ ഇടയിൽ മെയിൻ ആയിട്ട് ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽസ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, മെയിൻ ആയിട്ട് എന്താണ് ഒരു മെയിൻ ഫംഗ്ഷൻ. ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന് ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. അതിലെ മെയിൻ ഫംഗ്ഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം, രണ്ട് മൂവിങ് പാർട്സിന്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി അത് കൂടാണ്ട് നിങ്ങളെ ഫസ്റ്റ് പോയിന്റ് നോക്കി, അത് കൂടാണ്ട് അയാൾക്ക് വേറെ ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് ഒരു എഞ്ചിൻ, നമ്മളിപ്പോ ഇവിടെ പറയുന്ന IC എഞ്ചിൻ ആണല്ലോ, IC എഞ്ചിനകത്ത് ഹീറ്റ് ജനറേഷൻ ഉണ്ടാവും. ആ ഹീറ്റ് ജനറേഷന്റെ ഒരു പാർട്ട്, വളരെ ചെറിയൊരു പാർട്ടാണ്, എന്നാലും ആ ഒരു ചെറിയ പാർട്ട് ഹീറ്റ് എങ്കിലും ആരെടുക്കുന്നുണ്ട്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൂളിംഗ് എഫക്ട് കൂടി കൊടുക്കും ആര്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ. ദെൻ നമ്മള് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് അതാണ് രണ്ടാമത് ഇട്ടേക്കുന്നത്, റെഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് വിയർ. അതായത് മൂവിങ് പാർട്സിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ മെറ്റൽസിന്റെ ഇടയിലുള്ള പിസ്റ്റണും സിലിണ്ടറും ഒരു എക്സാമ്പിൾ ആണ് അല്ലെ, മൂവിങ് കമ്പോണൻസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബെയറിങ്സ്, നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിന്റെ മെയിൻ ബിയറിംഗ് അല്ലെങ്കിൽ റിസ്റ്റ് പിൻ, അല്ലെങ്കിൽ ആ സ്മോൾ എൻഡിൽ വരുന്ന പിസ്റ്റണുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്മോൾ എൻഡിലെ റിസ്റ്റ് പിൻ, അല്ലെങ്കിൽ അവിടുത്തെ ചെറിയ ബിയറിങ്സ്, ഇതൊക്കെ എന്താണ്, മൂവിങ് കമ്പോണന്റ്, റിലേറ്റീവ് മോഷൻസ് ഉള്ള കമ്പോണൻസ് ആണ്. അപ്പൊ അതിന്റെയൊക്കെ ഇടയിൽ എന്ത് വേണം, ലൂബ്രിക്കേഷൻ വേണം. എന്താണ് ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ കുഴപ്പം, ലൂബ്രിക്കേഷൻ ഇല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടിയാൽ എന്ത് സംഭവിക്കും, ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പവർ അവിടെ യൂസ് ചെയ്യും. അപ്പൊ എന്ത് എഫിഷ്യൻസി കുറയും, മെക്കാനിക്കൽ എഫിഷ്യൻസി കുറയും. നമ്മൾ പെർഫോമൻസ് ഓഫ് IC എഞ്ചിൻ പറഞ്ഞപ്പോൾ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏത് എഫിഷ്യൻസിയുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, മെക്കാനിക്കൽ എഫിഷ്യൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടൈമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷൻ പ്രോപ്പർ അല്ലെങ്കിൽ ഫ്രിക്ഷൻ കൂടും. ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ആ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമുക്ക് കിട്ടേണ്ട യൂസ്ഫുൾ പവറിൽ നിന്ന് കുറച്ച് ഭാഗം ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ ഉപയോഗിച്ചു പോകും. അങ്ങനെ ഫ്രിക്ഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി പവർ ലോസ് വരുമ്പോൾ എന്ത് സംഭവിക്കും, മെക്കാനിക്കൽ എഫിഷ്യൻസിയിൽ കുറവ് വരും. അപ്പൊ ഇതൊക്കെ ചെയിൻ ആയിട്ട് പോകുന്നതാണ്, ലിങ്ക് ചെയ്ത് പോകുന്നതാണ്. നമുക്ക് പറയാൻ പറ്റണം, നമ്മൾ ഇവിടെ നോട്ടിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ആലോചിച്ചിട്ട് എന്തിനെ വേണമെങ്കിലും കോറിലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, സീൽ ദ സ്പേസ് ബിറ്റ്വീൻ പിസ്റ്റൺ റിംഗ് ആൻഡ് സിലിണ്ടർ വാൾ. നമുക്കറിയാം അല്ലെ, ഒരു പിസ്റ്റണും സിലിണ്ടറും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കൺസ്ട്രക്ഷൻ പറഞ്ഞപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ട്, ഈ സിലിണ്ടറിന്റെ അകത്ത് പിസ്റ്റൺ ഉണ്ടാവും, സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിനകത്ത് പിസ്റ്റൺ ഉണ്ട്. അപ്പൊ ഈ പിസ്റ്റണിന്റെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പിസ്റ്റൺ റിങ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. മെയിൻ ആയിട്ട് രണ്ട് കംപ്രഷൻ റിങ്ങും, മിനിമം രണ്ട് കംപ്രഷൻ റിംഗ് വേണമെന്ന് നമ്മൾ പഠിച്ചത്, മിനിമം രണ്ട് കംപ്രഷൻ റിങ്ങും പിന്നെ അതിന്റെ താഴെയായിട്ട് ഒരു ഓയിൽ റിങ്സും ഉണ്ടാവും അല്ലെ. അപ്പോ ഈ റിങ്സിന്റെയും ഈ സിലിണ്ടറിന്റെയും ഇടയിൽ വളരെ ചെറിയ ഗ്യാപ്പുകൾ ഉണ്ടാവും, വളരെ ചെറിയ ഗ്യാപ്പ്, വളരെ ചെറിയ ക്ലിയറൻസ്. ആ ക്ലിയറൻസിൽ കൂടിയും ആര് കടന്നു പോകണം, ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അയാൾ ഒരു സീലായിട്ട് ആക്ട് ചെയ്യും. സീലായിട്ട് ആക്ട് ചെയ്യും എന്ന് പറഞ്ഞാല് ഈ പിസ്റ്റന്റെ മുകളിൽ എന്താണ് സംഭവിക്കുന്നത്, ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ഒക്കെ വരുന്ന കമ്പഷൻ പ്രോസസ്സാണ് നടക്കുന്നത് അല്ലെ. അപ്പൊ ആ കമ്പഷൻ നടക്കുമ്പോൾ അത്രയും ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ഉള്ളത് കൊണ്ട് തന്നെ അയാൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ അതിനെ എസ്കേപ്പ് ചെയ്യാനായിട്ട് അയാൾ ശ്രമിക്കും. അപ്പൊ ഇവിടെ എന്താണ്, സിലിണ്ടർ ഹെഡ് ഒക്കെ മാക്സിമം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്, വാൽവ് ഒക്കെ വെച്ചിട്ട് കംപ്ലീറ്റ്ലി അയാൾ ക്ലോസ്ഡ് ആണ്. പിന്നെ ഒരു ഗ്യാപ്പ് വരാവുന്ന സാധ്യത എവിടെയാണ്, ഈ പിസ്റ്റൺ റിങ്സിന്റെയും സിലിണ്ടറിന്റെയും ഇടയിലാണ്. അപ്പൊ അവിടെ ആരും ഒരു സീലായിട്ട് ആക്ട് ചെയ്യണം, ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഒരു സീലായിട്ട് പിസ്റ്റൺ റിങ്സിന്റെയും സിലിണ്ടറിന്റെയും ഇടയിൽ ആക്ട് ചെയ്യണം. അതും എന്തിന്റെ ഫംഗ്ഷൻ ആണ്, ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ ഫംഗ്ഷൻ ആണ്. ദെൻ നാലാമത്തെ, ക്ലീൻ ദ മെറ്റൽ പാർട്സ് ഇറ്റ് കംസ് ഇൻ കോണ്ടാക്ട് വിത്ത്. അതായത് നമ്മളിപ്പോ ഒരു പുതിയ വണ്ടിയൊക്കെ മേടിക്കുമ്പോൾ നമ്മളോട് പറയാറുണ്ട്, ഒരു 500 കിലോമീറ്റർ ആകുമ്പോൾ അയാളെ സർവീസ് ചെയ്യണമെന്ന് പറയാറുണ്ട്. നമുക്കറിയാം സാധാരണ ഒരു ഓയില് മിനിമം ഒരു 3000 കിലോമീറ്റർ എങ്കിലും നമുക്ക് കിട്ടാറുണ്ട്.
പക്ഷെ ഫസ്റ്റ് സർവീസിൽ അവർ പറയുന്നത് ഒരു 500 കിലോമീറ്റർ ആകുമ്പോൾ ഇത് മാറണം എന്ന് പറയാറുണ്ട്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? അതിന്റെ ഇടയിൽ നമ്മൾ ആ ഒരു എന്താണ് കൺസ്ട്രക്ഷന്റെ സമയത്തൊക്കെ കുറെ എന്താണ് മറ്റേ മെറ്റൽ പാർട്ടിക്കിൾസും കുറെ കാര്യങ്ങളൊക്കെ അതിൽ ചിപ്സും കാര്യങ്ങളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ ആര് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടാവും? ഈ ഓയിൽ ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആ ഓയിൽ റിമൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആരും കൂടെ പോരും, ആ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസും അവിടെ താഴെ ഡ്രെയിൻ ചെയ്ത് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്തായിട്ട് ആക്ട് ചെയ്യണം? മെറ്റൽ പാർട്സിനെ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലീനിങ് ഏജന്റ് ആയിട്ടും അയാൾ ആക്ട് ചെയ്യണം. അപ്പൊ മെയിൻ ആയിട്ട് ഈ 4 പോയിന്റ് നിങ്ങൾ ഓർക്കുക. വേറെ പോയിന്റ്സ് പുറകെ വരുന്നുണ്ട്. മെയിൻ ആയിട്ട് ഈ 4 നിങ്ങൾ ഓർക്കുക. എന്തൊക്കെയാണ് മെയിൻ ആയിട്ട്? ഒന്നാമത് ഫ്രിക്ഷൻ ഒഴിവാക്കണം, ദെൻ ഒരു കൂളിംഗ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണം, ദെൻ സീൽ ചെയ്യുന്ന ഒരു ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണം, ദെൻ ക്ലീനിങ് ഏജന്റ് ആയിട്ടും ആക്ട് ചെയ്യണം. അപ്പൊ അത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇനി ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ലൂബ്രിക്കന്റ്. ഒരു നല്ല ഒരു ലൂബ്രിക്കറ്റ് ആവണമെങ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കേണ്ട കുറച്ച് പ്രോപ്പർട്ടീസ് പറയണം. ശ്രദ്ധിക്കേണ്ട. ഷുഡ് മെയിൻറ്റെയിൻ സഫിഷ്യന്റ് വിസ്കോസിറ്റി അണ്ടർ ഓൾ റേഞ്ചസ് ഓഫ് ടെമ്പറേച്ചേഴ്സ്. ഓയിൽ വിത്ത് ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഈസ് പ്രിഫേർഡ്. നമ്മൾ ഇനി ഏറ്റവും ലാസ്റ്റ് മെയിൻ ആയിട്ട് 8 പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഇയാള് കയറി വരുമ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയാം. ഓക്കെ, അപ്പൊ തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. എന്താണ്? ഓയിലിനൊരു വിസ്കോസിറ്റി ഉണ്ടാവും. ആ വിസ്കോസിറ്റി ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് മാറുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലൂബ്രിക്കേഷൻ നമുക്ക് കിട്ടില്ല. അത് ടെമ്പറേച്ചർ കുറയുമ്പോൾ നമുക്കറിയാം ലിക്വിഡും ഗ്യാസും ഉണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ലിക്വിഡിന്റെയും ഗ്യാസിന്റെയും ടെമ്പറേച്ചർ അനുസരിച്ചിട്ടുള്ള വിസ്കോസിറ്റി വേരിയേഷൻ രണ്ടും രണ്ടാണ് അല്ലെ? ഗ്യാസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി കൂടും എന്ന് നിങ്ങൾ പഠിക്കുക. ഓയിൽ ആണെങ്കിൽ, ലിക്വിഡ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ വിസ്കോസിറ്റി എന്താണ് കുറയുമെന്നാണ് പഠിക്കുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ലിക്വിഡിന്റെ വിസ്കോസിറ്റി കുറയും. അത് നേരെ തിരിച്ച് ടെമ്പറേച്ചർ കുറയുമ്പോൾ ലിക്വിഡിന്റെ വിസ്കോസിറ്റി കൂടണം. നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ്. അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ആ ഒരു വിസ്കോസിറ്റിയിൽ ആ ഒരു വേരിയേഷൻ, അതായത് ടെമ്പറേച്ചർ ജസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും വിസ്കോസിറ്റി കൂടിയും കുറഞ്ഞും ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലൂബ്രിക്കേഷൻ നമുക്ക് അവിടെ കിട്ടില്ല. അപ്പോൾ ആ ഒരു വേരിയേഷനെ റെസ്ട്രിക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു മെഷറാണ് ഈ പറയുന്ന വിസ്കോസിറ്റി ഇൻഡെക്സ്. വിസ്കോസിറ്റി ഇൻഡെക്സ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓയിലിന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ടെമ്പറേച്ചർ റേഞ്ച് കൂടുതലായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഡിഗ്രിയും 100 ഡിഗ്രിയും ആണെന്ന് വിചാരിക്കുക. മിനിമം ടെമ്പറേച്ചർ 10ഉം മാക്സിമം ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ആ 10ന്റെയും 100ന്റെയും ഇടയിൽ ടെമ്പറേച്ചർ കൂടിയാലും കുറഞ്ഞാലും വിസ്കോസിറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നാ പറയാം. ഇനി നമ്മളത് 0 ഡിഗ്രിയുടെയും ഒരു 110 ഡിഗ്രിയുടെയും ഇടയിലാക്കി വിചാരിക്കും. അപ്പൊ നമ്മൾ ആ റേഞ്ച് കൂട്ടി അല്ലെ? ആ റേഞ്ചിന്റെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഓയിൽ എന്ന് പറഞ്ഞാല് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ 10ന്റെയും 100ന്റെയും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഓയിലിനേക്കാൾ വിസ്കോസിറ്റി ഇൻഡെക്സ് കൂടുതലാണ് നമ്മൾ പറയും. അത് ആ ടെമ്പറേച്ചർ റേഞ്ച് കൂടുന്തോറും എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി ഇൻഡെക്സ് കൂടുതലാണെന്ന് നമ്മൾ പറയും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഓയിൽ വിത്ത് ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഈസ് പ്രിഫേർഡ്. എഞ്ചിൻ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിന് എന്തുണ്ടാവണം? ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉണ്ടായിരിക്കണം. Then should not vaporize in its operating temperature range. ആ എന്താണ് വർക്ക് ചെയ്യുന്ന ഒരു ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ടല്ലോ, അതിന്റെ ഇടയിൽ വെച്ചിട്ട് അയാൾ വേപ്പറൈസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ ഫ്യൂവലൊക്കെ ആദ്യം പെട്രോൾ ഡീസലൊക്കെ വേപ്പറൈസ് ചെയ്യുന്ന പോലെ ഓയിൽ എന്ത് ചെയ്യാൻ പാടില്ല? വേപ്പറൈസ് ചെയ്യാനായിട്ട് പാടില്ല. വേപ്പറൈസ് ചെയ്ത് എന്താ പ്രശ്നം? ഈ ഫ്യൂവലിന്റെ കൂടെ അയാളും കത്തും, ബേൺ ചെയ്യും. അങ്ങനെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് കാർബൺ കണ്ടന്റ് കൂടും, എന്താണ് ഓയിൽ കൺസംഷൻ കൂടും. കാരണം ഓയിൽ കത്തി എക്സോസ്റ്റ് വഴി പുറത്തേക്ക് പോകും. അതുപോലെ തന്നെ കാർബൺ കണ്ടന്റ് കൂടും. അങ്ങനെ കാർബൺ കണ്ടന്റ് കൂടുമ്പോൾ പല പ്രശ്നങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല? നല്ല ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? വേപ്പറൈസ് ചെയ്യാനായിട്ട് പാടില്ല ആ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ചിൽ. Then should have high specific heat to remove the heat generated in the parts. ഈ സ്പെസിഫിക് ഹീറ്റ് എന്താ നമുക്കറിയാം അല്ലെ? എന്താണ് സ്പെസിഫിക് ഹീറ്റ്? ഒരു കിലോഗ്രാം മാസിനെ അല്ലെങ്കിൽ ഒരു കിലോഗ്രാം സബ്സ്റ്റൻസിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ട് കൊടുക്കേണ്ടി വരുന്ന ഹീറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയാം. 1 കിലോ, നമ്മൾ തെർമോഡൈനാമിക്സിലൊക്കെ പഠിച്ചാണ് 1 കിലോഗ്രാം സബ്സ്റ്റൻസ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? 1 കിലോഗ്രാം ഓയിൽ. 1 കിലോഗ്രാം ഓയിലിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് വേണ്ടി കൊടുക്കേണ്ടി വരുന്ന ഹീറ്റ് ആണെന്ത്? സ്പെസിഫിക് ഹീറ്റ്. അപ്പൊ ആ സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണെങ്കിൽ, അത് കൂടുതൽ ഹീറ്റ് കൊടുത്താലാണ് അയാളുടെ 1 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഹൈക്ക് എനിക്ക് കാണാനായിട്ട് പറ്റുള്ളൂ എങ്കിൽ എനിക്ക് എന്ത് പറയാം? അയാൾക്ക് കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് പറയാം. അപ്പൊ അതുകൊണ്ടാണ് എന്ത്? ഒരു ലൂബ്രിക്കേറ്റ്, നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ ഒരു പ്രോപ്പർട്ടി ആണെന്ത്? ഹൈ സ്പെസിഫിക് ഹീറ്റ്. ഇതൊക്കെ ചോദിക്കുന്നതാണോ? താഴെ തന്നിരിക്കുന്നതിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ
നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ ക്വാളിറ്റി എന്താണ് എന്നിട്ട് പറയാം ഹൈ സ്പെസിഫിക് ലോ സ്പെസിഫിക് എന്നൊക്കെ പറഞ്ഞിട്ട് തരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ അതിന്റെ റീസൺ ഇതാണ്, ഹൈ സ്പെസിഫിക് ആണെങ്കിൽ അതിന് കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ഓക്കെ, ദെൻ മസ്റ്റ് ബി ഫ്രീ ഫ്രം കൊറോസീവ് ആസിഡ്സ്, മോയിസ്ചർ എക്സെട്ര. അതായത് ഈ ഓയിൽ എന്ന് പറയുന്ന ആളുടെ അതിന്റെ അകത്ത് എന്തുണ്ടാവാൻ പാടില്ല, നമ്മുടെ ക്രാങ്ക് കേസിലൊക്കെ ഉള്ളൂ മെയിൻ ആയിട്ട് ഇയാൾ വരുന്നത്. ഈ ഓയിലിന്റെ ഒക്കെ മെയിൻ ആയിട്ട് കോണ്ടാക്ട് വരുന്നത് മെറ്റൽ പാർട്സിലാണ്. അത് തന്നെ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് മെയിൻ ആയിട്ട് എവിടെയാണ്, ക്രാങ്ക് കേസിലൊക്കെ ആയിരിക്കും. അപ്പൊ ഇതിൽ കൊറോസീവ് ആസിഡ്സോ മോയിസ്ചറോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ മെറ്റൽ പാർട്സിൽ കൊറോഷൻ സംഭവിക്കാം, തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇനി അത് തന്നെയല്ല, ഈ മോയിസ്ചർ H2O വാട്ടറിന്റെ ആ ഒരു കണ്ടന്റ് അയാൾ ഉണ്ടെങ്കിൽ അയാൾ ഈ ഓയിലുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓയിലുമായിട്ട് മിക്സിംഗ് നടന്നിട്ട് അവിടെ സ്ലഡ്ജ് ഫോർമേഷൻ അല്ലെങ്കിൽ ചെളി പോലെയൊക്കെ വരും. അപ്പൊ അതൊക്കെ എന്തിനെ ബാധിക്കും, നമ്മുടെ ആ ഒരു ഇതൊരു ലൈനാണല്ലോ, ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലൈനാണ്, ഒരു പൈപ്പ് ലൈൻ പോലെ ഇങ്ങനെ പോയിരിക്കുന്നതാണ്. അതിന്റെ അകത്തൊക്കെ എന്ത് വരും, ബ്ലോക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസും കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. ഹൈ വിസ്കോസിറ്റി ഉണ്ടായിരിക്കണം, അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, അയാളുടെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ റേഞ്ചിൽ വേപ്പറൈസ് ചെയ്യാൻ പാടില്ല, ഹൈ സ്പെസിഫിക് ഹീറ്റ് ഉണ്ടായിരിക്കണം, ദെൻ കൊറോസീവ് ആസിഡ്സ് മോയിസ്ചർ പോലുള്ളതൊക്കെ എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അയാള് നല്ല ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെന്ന് നമുക്ക് പറയാം. ദെൻ അടുത്ത പോയിന്റ്, the oil should have considerable adhesive quality to permit the oil particles to cling to metal surface. അത് നമുക്കറിയാം, അഡിഷനും കൊഹിഷനും നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. എന്താണ് അഡിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമ്മളുടെ ഒരു മാറ്റർ ഇപ്പൊ ഓയിൽ തന്നെയാണെന്ന് വിചാരിക്കുക, ആ ഓയിലിന്റെ മോളിക്യൂൾസ് ആ മെറ്റൽ പാർട്ടുമായിട്ട് ചേർന്നിരിക്കാനുള്ള കഴിവിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഡിഷൻ എന്ന് പറയുന്നത്. എന്താണ് കൊഹിഷൻ എന്ന് പറഞ്ഞാല്, ആ സെയിം ഓയിൽ ഉണ്ടല്ലോ, ആ സെയിം ഓയിലിനകത്തുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ആ ഒരു ബന്ധമാണെന്ത്, ചേർന്നിരിക്കുന്ന ബന്ധമാണെന്ത് കൊഹിഷൻ എന്ന് പറയുന്നത്. അഡിഷൻ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ തമ്മിൽ ആഡ് ചെയ്യുക, മെറ്റൽ പാർട്ടും ഓയിലും തമ്മിലുള്ള ബന്ധമാണ് അഡിഷൻ പറയുന്നതെങ്കിൽ ആ ഓയിലിനകത്ത് തന്നെയുള്ള ആ ബോണ്ട്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കൊഹിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവര് തമ്മിൽ ഒരു അഡിസീവ് പ്രോപ്പർട്ടി വേണം, അല്ലെങ്കിൽ മാക്സിമം ഒരു അഡിഷൻ കിട്ടണം. മെറ്റൽ സർഫസുമായിട്ട് എന്ത് വേണം, ഒരു അഡിഷൻ. ക്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർന്നിരിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്, ചേർന്ന അയാളോട് ചേർന്നിരിക്കുക. അങ്ങനെ ചേർന്നിരിക്കുമ്പോഴാണ് എന്ത്, ആ ഒരു ഫിലിം പോലെ ചേർന്നിരിക്കുമ്പോഴാണ് ആ ഒരു നല്ല എന്താണ് ലൂബ്രിക്കേഷൻ നമുക്ക് അവിടെ കിട്ടുള്ളൂ. അല്ലെങ്കിൽ അവർ തമ്മിൽ ചേരുന്നില്ല, ഇപ്പൊ ചേമ്പലയിൽ വെള്ളം വീഴുന്ന പോലെ ആണെങ്കിലോ, അവർ തമ്മിൽ ചേരാത്തൊരവസ്ഥയാണെങ്കിലോ ഈ പറയുന്ന ലൂബ്രിക്കേഷൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് അവിടെ കിട്ടില്ല. ദെൻ ദേ മസ്റ്റ് ഹാവ് ഹൈ ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ്സ്. അതായത് ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് ഫ്ലാഷ് പോയിന്റ്? നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ, ഒരു ലിക്വിഡിന്റെ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ അതിൽ വേപ്പർ ഫോർമേഷൻ നടക്കും. അങ്ങനെ വേപ്പർ ഫോം ചെയ്ത് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി വേപ്പർ അതിൽ ഉണ്ടായി കഴിയുമ്പോൾ അതിൽ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഒരു സ്പാർക്ക് പോലെ വരും, ഒരു ഫ്ലാഷ് വരും. നമ്മൾ എന്തെങ്കിലും പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഫ്ലാഷ് അടിക്കും, എന്ന് പറഞ്ഞാൽ കത്താനായിട്ട് അയാൾ തുടങ്ങും. ജസ്റ്റ് നമ്മുടെ സോഴ്സ്, ആ സ്പാർക്ക് അല്ലെങ്കിൽ ആ സോഴ്സ്, ഇനീഷ്യൽ സോഴ്സ് മാറ്റിക്കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കുകയും ചെയ്യും. അതാണ് ഫ്ലാഷ് പോയിന്റ് എന്ന് പറയാം. ഇനി ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാലോ, കുറച്ചും കൂടി ഉയർന്ന ടെമ്പറേച്ചറിലേക്ക് അയാൾ എത്തുമ്പോഴാണ്, അതായത് സ്റ്റഡി ആയിട്ട് അയാൾ കുറച്ചു നേരം നിന്ന് അങ്ങോട്ട് കത്തും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു ഓയിൽ കത്താൻ പാടുണ്ടോ, ഇല്ല, ഓയിൽ കത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കത്തിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് വേണം, ഒരു നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിൽ അയാളുടെ ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും ഹൈ ആയിരിക്കണം. അപ്പൊ അയാൾ എന്ത് ചെയ്യും, ആ ഒരു അത്രയും ടെമ്പറേച്ചറിലേക്ക് എത്തിയാലാണ് എന്ത്, അയാൾ കത്താനുള്ള ഒരു സാധ്യത ഉള്ളൂ. അപ്പൊ ഹൈ ഫ്ലാഷ് പോയിന്റും ഹൈ ഫയർ പോയിന്റും ആരുടെ ഡിസൈറബിൾ പ്രോപ്പർട്ടിയാണ്, നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ ഡിസൈറബിൾ പ്രോപ്പർട്ടിയാണ്. Then the oil should have good cohesive quality. നമ്മൾ നേരത്തെ അഡിസീവ് ക്വാളിറ്റി പറഞ്ഞ പോലെ തന്നെ ഇവര് തമ്മിലും നല്ലൊരു ബന്ധം വേണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം, ഇവര് തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിലാണ് ഇവരൊരു ഫിലിം പോലെ ആക്ട് ചെയ്യും. ഫിലിം, ഇപ്പൊ ഓയിൽ എന്നുള്ള ലിക്വിഡ് ആണെങ്കിലും അയാൾ എന്താണ്, ഒരു ഫിലിം പോലെ, നേരത്തെ ഒരു പാട പോലെ ഫിലിം പോലെ ഇയാൾ ആക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവര് തമ്മിൽ എന്ത് വേണം, ഒരു ബോണ്ട് വേണം. ഓക്കെ, അപ്പൊ കൊഹിഷൻ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇവര് തമ്മിലുള്ള ബോണ്ട് വിട്ടുപോകും. അപ്പൊ എന്ത് ചെയ്യും, ആ ഫിലിം എന്ന് പറയുന്നത് പാട പോലെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥ എന്ത് ചെയ്യും, ബ്രേക്ക് ആയി പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഒരു കണ്ടിന്യൂസ് ഫിലിം, ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ഫിലിം കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഗുഡ് കൊഹസീവ് ക്വാളിറ്റിയും വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യാട്ടാ. ഇത് കൂടുക കുറയുക, ഗുഡ് കൊഹസീവ് ക്വാളിറ്റി വേണം, ഗുഡ് അഡസീവ് ക്വാളിറ്റി വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. ഇത് മാറ്റിയും മറിച്ച് നമ്മളോട് ചോദിക്കും. ഇപ്പൊ ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും എന്താണെന്ന് അറിയാത്ത ഒരാളാണെങ്കിൽ ഓപ്ഷനിൽ ഹൈ തന്നാലും ലോ തന്നാലും നമുക്ക് എഴുതാൻ പറ്റില്ല, കൺഫ്യൂഷൻ അടിക്കും. ഓക്കെ, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പാടില്ല, കത്ത് പിടിക്കാനായിട്ട് പാടില്ലെങ്കിൽ അവിടെ എന്തായിരിക്കണം, ഹൈ ഫ്ലാഷ് പോയിന്റും ഹൈ ഫയർ പോയിന്റും ആയിരിക്കണം. ഓക്കെ,
പറഞ്ഞു റിപ്പീറ്റ് ചെയ്തു വീണ്ടും? ഇല്ല. ഓക്കെ. ദെൻ നമ്മൾ മെയിൻ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ടൈപ്സ് ഓഫ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. നമ്മൾ ഈ വാഹനങ്ങൾ അല്ലെങ്കിൽ IC എഞ്ചിനിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെ നമുക്ക് മെയിൻ ആയിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ശ്രദ്ധിക്കണം, മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഒന്ന് മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ദെൻ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ദെൻ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇനി വെറ്റ് സമ്പിന്, ഈ മിസ്റ്റിനും ഡ്രൈ സമ്പിനും വേറെ ക്ലാസിഫിക്കേഷൻ ഒന്നുമില്ല. വെറ്റ് സമ്പിനെ വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ആണ്: സ്പ്ലാഷ്, സെമി പ്രഷർ, ഫുൾ പ്രഷർ. അതായത് ഒരു സ്പ്ലാഷിന്റെ സ്വഭാവം ഒരു പ്രഷറിന്റെ സ്വഭാവം കാണിക്കുന്നതാണ് ഈ സെമി പ്രഷർ. ഇയാളുടെ കോമ്പിനേഷൻ എന്ന് പറയാം. സ്പ്ലാഷിന്റെയും ഫുൾ പ്രഷറിന്റെയും കോമ്പിനേഷൻ ആണ് സെമി പ്രഷർ എന്ന് നമുക്ക് പറയാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം എന്താണ് മിസ്റ്റ് എന്ന് നോക്കാം, ദെൻ എന്താണ് വെറ്റ് സമ്പ് നോക്കാം. ആ വെറ്റ് സമ്പിൽ തന്നെ 3 പേരുണ്ട്, അവരെന്താണ് പ്രത്യേകത നോക്കാം. ദെൻ ഡ്രൈ സമ്പ് നോക്കാം. ഇത്ര നോക്കുമ്പോൾ ഇയാളുടെ ഒരു മേജർ പാർട്ട് നമ്മൾ കഴിയും. അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഒരു മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെ പറ്റി പറയണം. ശ്രദ്ധിക്കണം, ഈ മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 2 സ്ട്രോക്ക് എഞ്ചിനിലാണ്. ശ്രദ്ധിക്കുക, മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 2 സ്ട്രോക്ക് എഞ്ചിന്റെ അകത്താണ്. അപ്പൊ ഒരു 2 സ്ട്രോക്ക് എഞ്ചിന്റെ ഫിഗർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് ഈ ഓയില് നമ്മുടെ എഞ്ചിനകത്തേക്ക് എത്തിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെട്രോളിന്റെ കൂടെ മിക്സ് ചെയ്താ വിടുന്നത്. ശ്രദ്ധിക്കാട്ടാ, നമ്മൾ പെട്രോളിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓയിലിനെ ഈ എഞ്ചിനകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പൊ സാധാരണ നമുക്കറിയാം, ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഒരു പർട്ടിക്കുലർ പോർഷൻ എങ്കിലും ഈ ക്രാങ്ക് കേസിന്റെ അകത്താണ് ഓയിൽ കിടക്കുക. ഈ പറഞ്ഞ ക്രാങ്ക് കേസിന്റെ അകത്താണ് ഓയില് കിടക്കുന്നത്. അപ്പൊ ഏത് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ആ ഒരു പർട്ടിക്കുലർ ലെവലിൽ അയാൾ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ എടുത്തു കഴിഞ്ഞാല് ഈ ക്രാങ്ക് കേസിനകത്ത് ഇങ്ങനെ ഓയിൽ ഇടുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണ് പ്രശ്നം? ഈ വരുന്ന ഇൻടേക്ക് ഉണ്ടല്ലോ, ഇതാണ് ഇൻടേക്ക്. ഈ ഇൻടേക്ക് വഴി ആര് കയറി വരുന്നുണ്ട്? നമ്മുടെ പെട്രോളിന്റെയും എയറിന്റെയും മിക്സ്ചർ കയറി വരുന്നുണ്ട്. പെട്രോളിന്റെയും എയറിന്റെയും മിക്സ്ചർ കയറി വരുന്നുണ്ട്. ഇനി ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ എയർ മാത്രം കയറി വരുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഒരു ചാർജ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഇൻലെറ്റ് വഴി ഈ ക്രാങ്ക് കേസിനകത്തേക്ക് കയറി വരുന്നുണ്ട്. എവിടെ? 2 സ്ട്രോക്ക് എഞ്ചിനിൽ. 4 സ്ട്രോക്കിൽ ആ പ്രശ്നമില്ല. അങ്ങനെ കയറി വരുന്ന ആൾ, ആദ്യം ക്രാങ്ക് കേസിലേക്ക് കയറി വരുന്ന ആള് ഈ ഓയിലുമായിട്ട് മിക്സ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ ഓയിലുമായിട്ട് ഒരു മിക്സിംഗ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത് നമ്മൾക്ക് വേണ്ടാത്തതാണ്, ഒരു പ്രതീക്ഷിക്കാത്തൊരു മിക്സിംഗ് ആണ്. അതിന് എന്തുണ്ടാവില്ല, എന്താണ് ഒരു കൺട്രോളിങ് ഉണ്ടാവില്ല. എത്ര മിക്സ് ചെയ്യും, കൂടുതലാണോ കുറവാണോ മിക്സ് ചെയ്യപ്പെടുന്നത് എന്നുള്ളൊരു കൺട്രോളിങ് നമുക്ക് ഉണ്ടാവില്ല. എന്നിട്ട് ആ മിക്സ് ചെയ്ത ആളായിരിക്കും എങ്ങോട്ട് പോകുന്നത്? ഈ നമ്മുടെ കമ്പഷൻ ചേമ്പറിനകത്തേക്ക് ട്രാൻസ്ഫർ പോർട്ട് വഴിയൊക്കെ കയറി ചെല്ലുന്നത്. അങ്ങനെ കയറി ചെന്നിട്ട് കമ്പഷന്റെ സമയത്ത് എന്ത് സംഭവിക്കും? കയറി ചെല്ലുന്ന ഓയിലും ചിലപ്പോൾ അവിടെ ബേൺ ആവാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യില്ല, 2 സ്ട്രോക്ക് എഞ്ചിനില് ഇങ്ങനെ താഴെ ക്രാങ്ക് കേസിന്റെ താഴെ നമ്മൾ ഇങ്ങനെ ഓയിലിനെ കെട്ടിയിടുന്ന പരിപാടിയില്ല, അല്ലെങ്കിൽ കെട്ടി നിർത്തുന്ന പരിപാടിയില്ല. പകരം നമ്മൾ കൺട്രോൾഡ് ആയിട്ട് ഓയിലിനെ എന്ത് ചെയ്യും? പെട്രോളിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് അകത്തേക്ക് വിടും. ഇപ്പൊ പഴയ 2 സ്ട്രോക്ക് എഞ്ചിനൊക്കെ നമ്മൾ പെട്രോൾ പമ്പിൽ ചെല്ലുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓഫ് ഓയില് മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഇതിലേക്ക് ടാങ്കിനകത്തേക്ക് അടിച്ചു വിടുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ട്? അപ്പൊ അത് കുഴപ്പമില്ല. അതെന്താ? അത് കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഏതാണ്ട് ഒരു 3 to 6%. അതായത് അടിക്കുന്ന പെട്രോൾ 1 ലിറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു 3 to 6% എന്ത് ആഡ് ചെയ്യും? ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ അതിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ നമുക്കറിയാം ഇത്രയാണ് ചെല്ലുന്നതെന്ന് അറിയാം. മറ്റേതാണെങ്കിൽ എന്താ പ്രശ്നം? ക്രാങ്ക് കേസിനകത്തുള്ളവര് എത്ര മിക്സ് ചെയ്യും, കൂടുതൽ മിക്സ് ആവോ കുറവോ മിക്സ് ആവോ എന്നൊക്കെ അവിടെ പറയാനായിട്ട് പറ്റില്ല. അപ്പൊ 2 സ്ട്രോക്ക് എഞ്ചിനിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അതിൽ പെട്രോയിൽ എന്ന് പറയാറുണ്ട്, പെട്രോളും ഓയിലിന്റെ മിക്സിങ്. ആ പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഇയാളാണ്. ഇനി ഇയാൾക്ക് ഇനി വേറെ എന്തൊക്കെയാണ് പ്രത്യേകത നമുക്ക് നോക്കാം. ഇത് പ്രത്യേകമായിട്ട് ഈ പോയിന്റ് ഓർത്തിരിക്കുക, യൂസ്ഡ് ഫോർ 2 സ്ട്രോക്ക് എഞ്ചിൻ. 2 സ്ട്രോക്ക് എഞ്ചിൻസിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇയാളെ മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിനെ ഉപയോഗിക്കുന്നത്. Then 3 to 6% ലൂബ് ഓയിൽ is added to fuel. അത് നമ്മുടെ പെട്രോളിന്റെ കൂടെ 3 മുതൽ 6% വരെ ലൂബ് ഓയിൽ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് മിസ്റ്റ് ലൂബ്രിക്കേഷൻ എന്ന് വിളിക്കാൻ കാരണം? എന്ന് വെച്ചാൽ മിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പുകപടലം പോലെയാണ് അയാൾ അങ്ങനെ നിൽക്കുക, മിസ്റ്റ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇയാൾ എവിടെ കയറി ചെല്ലും? നമ്മളുടെ കമ്പഷൻ ചേമ്പറിനകത്തേക്ക് പെട്രോളിന്റെ കൂടെ അല്ലെങ്കിൽ ഫ്യൂവലിന്റെ കൂടെ എന്ത് ചെയ്യും? ഇയാൾ കയറി ചെന്ന് കത്തും, അല്ലെ? അങ്ങനെ കയറി ചെല്ലുമ്പോൾ ഈ പെട്രോള് വേപ്പറൈസ് ചെയ്ത് അങ്ങോട്ട് കത്തിപ്പോകും. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ മാക്സിമം കത്താതെ അയാൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റണം. അപ്പൊ അയാൾ എന്ത് ചെയ്യും? ഒരു മിസ്റ്റ് ഫോമിലേക്ക് അവിടെ മാറും. അതായത്
എന്താണ് പരമാവധി അയാൾ മാക്സിമം വേപ്പറൈസേഷൻ തടഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്യും, ഒരു മിസ്റ്റ് ഫോമിലേക്ക് അയാൾ അവിടെ മാറും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇയാളെ മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് വിളിക്കാനായിട്ട് കാരണം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുറെ ഭാഗം എന്ത് ചെയ്യും, കുറെ ഓയിൽ എന്ത് ചെയ്യും, കത്തി ഈ നമ്മുടെ പെട്രോൾ എക്സോസ്റ്റിന്റെ കൂടെ പുറത്തേക്ക് പോകും. അതുകൊണ്ടാണ് എന്തിന് ഈ 2 സ്ട്രോക്ക് എഞ്ചിന് പുക കൂടാൻ, കറുത്ത പുകയൊക്കെ കൂടാനായിട്ട് കാരണം. അല്ലെങ്കിൽ അയാളുടെ കാർബൺ കണ്ടന്റ് ഒക്കെ എഞ്ചിന്റെ ഒക്കെ ഒരു മെയിൻ്റെനൻസ് അതിന് കൂടുതലായിരിക്കും. അപ്പൊ അതാ പറയുക, ഇൻസൈഡ് ദ എഞ്ചിൻ ഫ്യൂവൽ ഗെറ്റ്സ് വേപ്പറൈസ്ഡ്. എഞ്ചിനകത്ത് വെച്ചിട്ട് ഫ്യൂവൽ വേപ്പറൈസ് ആവും. ബട്ട് ഓയിൽ ഇൻ ദ ഫോം ഓഫ് മിസ്റ്റ് ലൂബ്രിക്കേറ്റ്സ് എഞ്ചിൻ കമ്പോണൻസ്. അപ്പൊ ഇയാൾ ആ ഒരു വേപ്പറൈസേഷൻ ലെവലിലേക്ക് എത്തില്ല, ഒരു മിസ്റ്റ് ഫോമിലേക്ക് അയാൾ എത്തും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും, അപ്പോഴും ആ ഒരു ലിക്വിഡിന്റെ പ്രോപ്പർട്ടി അയാൾക്ക് എന്ത് ചെയ്തിട്ടില്ല, അങ്ങോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല ആ മിസ്റ്റ് ഫോമിലേക്ക് എത്തുമ്പോൾ. അപ്പൊ അതെന്ത് ചെയ്യും, എഞ്ചിൻ കമ്പോണൻസിനെ ലൂബ്രിക്കേറ്റ് ചെയ്തോളും. പിന്നെ അയാളുടെ പ്രത്യേകത സിമ്പിൾ ആൻഡ് ലോ കോസ്റ്റ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞ പ്രശ്നം, ചാൻസ് ഓഫ് ഓയിൽ ബേണിംഗ് ഉണ്ട്, ഓയിൽ കത്താനുള്ള സാധ്യത ഉണ്ട് ഫ്യൂവലിന്റെ കൂടെ. അതുകൊണ്ട് തന്നെ ലൂബ്രിക്കന്റ് കൺസംഷൻ, ഓയിൽ കത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അയാൾ വീണ്ടും ക്രാങ്ക് കേസിലേക്ക് തിരിച്ചു വരുമല്ലോ. നമ്മൾ എന്ത് ചെയ്യണം, പുതിയ ഓയിൽ ഇടക്കിടക്ക് കൂടുതലായിട്ട് ഒഴിക്കേണ്ടി വരും. അതാണ് ലൂബ്രിക്കന്റ് കൺസംഷൻ കൂടുതലാണെന്ന് പറയുന്നത്. ദെൻ ഹെവി എക്സോസ്റ്റ് സ്മോക്ക് ഉണ്ടാവും. എഞ്ചിനിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവും. ഇയാൾ ഓയിൽ കത്തി കഴിഞ്ഞാൽ ഇയാൾ ഹൈഡ്രോ കാർബൺ അല്ലേ, അതിലെന്തുണ്ടാവും, കാർബൺ കണ്ടന്റ് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എഞ്ചിനകത്ത് ഡെപ്പോസിറ്റ് കൂടും. ഇനി ഡ്യൂറിങ് ക്ലോസ്ഡ് ത്രോട്ടിൽ ഓപ്പറേഷൻ, ഇയാളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ. ഡ്യൂറിങ് ക്ലോസ്ഡ് ത്രോട്ടിൽ ഓപ്പറേഷൻ there will be a deficiency in lubrication due to less fuel supply. ഈ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് പറയാമോ? നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ. ഈ പോയിന്റ് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറയാമോ? അല്ല, ഈ ക്ലോസ്ഡ് ത്രോട്ടിൽ ഓപ്പറേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ വണ്ടി ഓടിക്കുമ്പോൾ? ക്ലോസ്ഡ് ത്രോട്ടിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ? ഈ ത്രോട്ടിൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ത്രോട്ടില് നിങ്ങളുടെ ആക്സിലേറ്റർ ഇല്ലേ, ആക്സിലേറ്റർ നിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ അവിടെ ഓപ്പൺ ആവും, ഒരു ത്രോട്ടിൽ വാൽവ് ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ത്രോട്ടിൽ ഓപ്പറേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ വലിയൊരു ഇറക്കം ഇറങ്ങുകയാണെങ്കിൽ, വലിയൊരു ഇറക്കം നിങ്ങൾ എങ്ങനെ ഇറങ്ങുകയാണ്, ആ സമയത്ത് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുവോ? ഇല്ല സാറേ, കൊടുക്കൂല. കാരണം ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറാൻ വേണ്ടി, കാരണം 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഈ പോയിന്റ് വായിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ആവൂല, മനസ്സിലാവൂല. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുന്നത്. കാരണം നമ്മളൊരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് അവിടെ എന്ത് ഉപയോഗിക്കില്ല, നമ്മള് ആക്സിലറേറ്റർ നമ്മൾ ചവിട്ടില്ല. എന്ന് പറഞ്ഞാല് എന്തുണ്ടാവില്ല, എഞ്ചിനകത്തേക്കുള്ള ആ ഒരു സപ്ലൈ, ഫ്യൂവലിന്റെ സപ്ലൈ എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിരിക്കും, വളരെ കുറവായിരിക്കും. ശരിയല്ലേ? കാരണം ടോട്ടൽ വാൽവ് അവിടെ ക്ലോസ്ഡ് പൊസിഷനിലാണ് ഓൾമോസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഈ പറയുന്ന മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുമോ? കാരണം അയാൾ ആരുടെ കൂടെയാണ് എഞ്ചിന്റെ കമ്പഷൻ ചേമ്പറിലൊക്കെ കയറി ചെല്ലുന്നത്? ആരുടെ കൂടെയാണ്? ഫ്യൂവലിന്റെ കൂടെയാണ് കയറി ചെല്ലേണ്ടത്. ആ ഫ്യൂവലിന്റെ സപ്ലൈ ത്രോട്ടിൽ ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഫ്യൂവൽ കയറി ചെല്ലില്ല. എന്ന് പറഞ്ഞാല് ലൂബ്രിക്കേഷന്റെ ഒരു ഡെഫിഷ്യൻസി ആ ഒരു സമയത്ത് വരും. ഏത് സമയത്ത്? ക്ലോസ്ഡ് ത്രോട്ടിൽ ഓപ്പറേഷന്റെ സമയത്ത് വരും. എവിടെ? മിസ്റ്റ് ലൂബ്രിക്കേഷൻ അല്ലെങ്കിൽ പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്ന ആള്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ ഇറക്കം ഇറങ്ങുന്ന കേസ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ത്രോട്ടിൽ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും. അപ്പൊ ഫ്യൂവൽ അത്രയും കുറച്ചേ ചെല്ലുള്ളൂ. ആ ഫ്യൂവൽ കുറച്ച് ചെല്ലാന്ന് പറഞ്ഞാല് ലൂബ്രിക്കേഷൻ ഓയിലും, കയറി ചേർന്ന ലൂബ്രിക്കേഷൻ ഓയിലും കുറവായിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ലൂബ്രിക്കേഷൻ അവിടെ കുറയും. അപ്പൊ അത് ആരുടെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്? മിസ്റ്റ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ മിസ്റ്റ് കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ മനസ്സിലേക്ക് വെക്കുക. മിസ്റ്റ് ഉണ്ട്, വെറ്റ് സമ്പ് ഉണ്ട്, ഡ്രൈ സമ്പ് ഉണ്ട്. അല്ല, മിസ്റ്റ് കഴിഞ്ഞു, പറഞ്ഞു തീർന്നു. 2 സ്ട്രോക്കിലാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു. ദെൻ അടുത്ത വരുന്നതാണ് വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ആ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം വീണ്ടും നമ്മൾ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ്. സ്പ്ലാഷ് സിസ്റ്റം, സെമി പ്രഷർ സിസ്റ്റം, ഫുൾ പ്രഷർ സിസ്റ്റം. അപ്പൊ ഈ വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്: the oil is stored in the oil pan itself. No separate tank is provided. ഈ ഓയിൽ പാൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ക്രാങ്ക് കേസ് ഇല്ലേ, ക്രാങ്ക് കേസ് നമ്മളെ കൺസ്ട്രക്ഷൻ പഠിച്ചപ്പോൾ ഈ ഓയിൽ പാൻ ഒക്കെ നമ്മൾ പറഞ്ഞതാ. ആ ക്രാങ്ക് കേസിന്റെ താഴെ അതിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട്, അത് ക്രാങ്ക് കേസിന്റെ ഒരു ഭാഗം തന്നെയെന്ന് പറയാം. ആ ക്രാങ്ക് കേസിന്റെ ഒരു ഇന്റഗ്രൽ പാർട്ടായിട്ട് ഏറ്റവും അടിയിൽ വരുന്നതാണെന്ത്? ഈ ഓയിൽ പാൻ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് കേസിന്റെ ഒരു ഭാഗം തന്നെ നമുക്ക് പറയാം. ക്രാങ്ക് കേസ് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്താണ് എന്ത്, നമ്മൾ ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. എവിടെ? വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സ്പ്ലാഷ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ശ്രദ്ധിക്കുക, ഈ സ്പ്ലാഷ് സിസ്റ്റം എടുത്താലും സെമി പ്രഷർ എടുത്താലും ഫുൾ പ്രഷർ എടുത്താലും എവിടെയാണ് ഓയിലിന്റെ സ്റ്റോറേജ് നടന്നിരിക്കുന്നത്? ആ ക്രാങ്ക് കേസിന്റെ ഏറ്റവും താഴത്തുള്ള ഭാഗത്ത്. അതിനെ വിളിക്കുന്ന പേരാണിത് ഓയിൽ പാൻ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോ സെപ്പറേറ്റ് ടാങ്ക് ഈസ് പ്രൊവൈഡഡ്. അത് എടുത്ത് പറയാൻ കാരണം
ഡ്രൈ സമ്പ് വരുമ്പോ ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഡ്രൈ സമ്പ് വരുമ്പോ അവിടെ ഒരു സെപ്പറേറ്റ് ടാങ്ക് ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ഒരു വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? അവിടെ ക്രാങ്ക് കേസിന്റെ താഴെയുള്ള ഓയിൽ പാനിൽ തന്നെയാണ്. അവിടെ വേറൊരു സെപ്പറേറ്റ് ടാങ്ക് അയാളെ സ്റ്റോർ ചെയ്യാനായിട്ട് ഇല്ല. ഓക്കെ, ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇയാളുടെ ഒരു ഓപ്പറേഷന്റെ സ്വഭാവം, ഇയാളുടെ ഒരു വർക്കിങ്ങിന്റെ സ്വഭാവം വെച്ചിട്ടാണ് സ്പ്ലാഷ് സിസ്റ്റം എന്നും സെമി പ്രഷർ എന്നും ഫുൾ പ്രഷർ എന്നും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് ഒരു സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ്. ഈ വലിയ ഫിഗർ ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം വളരെ കുറച്ചേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ജസ്റ്റ് കറണ്ട് പോയതാണ്. ഞാൻ തൽക്കാലം വീഡിയോ ഒന്ന് ഓഫ് ചെയ്യണ്ട. കറണ്ട് വരുമ്പോൾ ഞാൻ വീഡിയോ ഓൺ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ ഒരു ഏറ്റവും താഴെ നിങ്ങൾ നോക്കി, ഇതാണ് നമ്മൾ പറയുന്ന ഓയിൽ പാൻ. കണ്ട ഈ ഒരു ഷേപ്പ്, ഈ ഒരു ഷേപ്പിലുള്ള ഇയാളാണ് നമ്മളുടെ ഓയിൽ പാൻ എന്ന് പറയുന്നത്. ഈ ഓയിൽ പാനിൽ ഒരു ഓയിൽ സ്ട്രെയിനർ നിങ്ങൾ ആദ്യം കാണുന്നുണ്ട്. ഓയിൽ സ്ട്രെയിനർ എന്താണ്? ഓയിൽ സ്ട്രെയിനർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫിൽറ്റർ തന്നെയാണ് സാധനം. അതായത് ഫിൽറ്റർ തന്നെയാണ് സാധനം. പക്ഷെ ഫിൽറ്റർ കുറേയും കൂടി മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെയാണ് ഫിൽറ്റർ ചെയ്യുന്നതെങ്കിൽ ഓയിൽ സ്ട്രെയിനറിന്റെ മെഷ് ഉണ്ടല്ലോ, അത് അരിപ്പയുടെ ആ ഒരു ഗ്യാപ്പുകൾ, ദ്വാരങ്ങൾ, അത് കുറച്ചുകൂടി വലുതായിരിക്കും. അത് കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫിൽറ്ററിനെ നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിനർ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഒരു പമ്പിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് ഈ ഓയിൽ നമുക്കൊന്ന് ഫിൽട്ടർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഒരു ഓയിൽ സ്ട്രെയിനർ വെച്ചിരിക്കുന്നത്. ദെൻ ഒരു ഓയിൽ പമ്പ് നിങ്ങൾക്ക് കാണാം. ഈ ഓയിൽ പമ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ഈ സിസ്റ്റത്തിനകത്തേക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ഒരു ഓയിലിന്റെ സപ്ലൈ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഓയിൽ പമ്പ് വെച്ചിട്ട് ശ്രദ്ധിക്കട്ടെ, ഈ ഒരു ഓയിൽ പമ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നില്ല, എഞ്ചിന്റെ മെയിൻ കമ്പോണൻസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് കൊടുക്കുന്നില്ല. പകരം എന്താ ചെയ്യണേ? ഇവിടെ ഒരു ഓയിൽ ഗാലറി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇയാളെ നമ്മൾ ഓയിൽ ഗാലറി എന്ന് പറയാം. അതിൽ കുറെ ട്രഫ്സ് അല്ലെങ്കിൽ കുറെ എന്താണ് ഇങ്ങനെ കുറെ പാത്രം പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കണക്ടിങ് റോഡിനും അല്ലെങ്കിൽ ഓരോ സിലിണ്ടറിനും ഇതുപോലെ ഓരോ പാത്രം കാണും. ഒരു 4 സിലിണ്ടർ എഞ്ചിൻ ആണെങ്കിൽ ഒത്തിരി 4 കാണും. അതിന് വിളിക്കുന്ന പേരാണ് ഓയിൽ ട്രഫ്. ഓയിൽ ട്രഫ്സ് എന്ന് വിളിക്കുക. അത് നമ്മൾ പമ്പ് ചെയ്തിട്ട് ഈ ഓയിൽ ട്രഫിൽ കൊണ്ടുപോയി നിറച്ചു വെക്കും ഓയിലിനെ. ഓക്കെ, എന്നിട്ട് ഈ കണക്ടിങ് റോഡ് താഴേക്ക് വരും അല്ലെ? പിസ്റ്റൺ വർക്ക് ചെയ്യുമ്പോൾ കണക്ടിങ് റോഡ് ഇങ്ങനെ താഴേക്ക് മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ കണക്ടിങ് റോഡിന്റെ ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ സ്കൂപ്പ് വെച്ചിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു കയ്യില് പോലെ ഒരു സ്പൂൺ പോലെ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ താഴെ വെച്ചിട്ടുണ്ടാവും. അയാൾ എന്ത് ചെയ്യും? ഇതിനെ കോരി എടുത്ത് മുകളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇയാൾ ഹൈ സ്പീഡിലല്ലേ ഇയാളുടെ വർക്കിംഗ്, ആ ഹൈ സ്പീഡ് കൊണ്ട് ഇയാൾ സ്പ്ലാഷ് ചെയ്യും. അതായത് എഞ്ചിന്റെ എല്ലാ ഭാഗത്തേക്കും ഇയാൾ എന്ത് ചെയ്യും? സ്പ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇയാളൊരു സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് വിളിക്കാനായിട്ട് കാരണം. ഒന്നുകൂടി പറയാം, ഒരു സമ്പ് ഉണ്ട്, ആ സമ്പിലാണ് ഓയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇയാളൊരു വെറ്റ് സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണെന്ന് പറയാൻ കാരണം. ഇനി അതിലൊരു ഓയിൽ സ്ട്രെയിനർ ഉണ്ട്, ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കാൻ. ഒരു ഓയിൽ പമ്പ് നിങ്ങൾക്ക് കാണാം. ആ ഓയിൽ പമ്പിന്റെ ഫംഗ്ഷൻ ശ്രദ്ധിക്കാട്ടാ, അടുത്ത് വരുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. ഓയിൽ പമ്പിന്റെ ഫംഗ്ഷൻ എന്താണ്? എല്ലാ എഞ്ചിൻ പാർട്സിലേക്കും അയാൾ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നില്ല? ഓയിലിന് സപ്ലൈ ചെയ്യുന്നില്ല. അയാൾക്ക് എന്തേ ഉള്ളൂ? ഇങ്ങനെ ഒരു ഗാലറി ഉണ്ടാവും, ഒരു ഓയിൽ ഗാലറി. അതിൽ കുറെ ട്രഫ് കൊടുത്തിട്ടുണ്ടാവും, കുറെ ഒരു കുഴികൾ കൊടുത്തിട്ടുണ്ടാവും. അതിലേക്ക് അയാൾ എന്ത് ചെയ്യും? ഓയിലിനെ കൊണ്ടുപോയി നിറച്ചു വെക്കും. അത്രേ ഉള്ളൂ ഈ ഓയിൽ പമ്പിന്റെ ഫംഗ്ഷൻ. ഇനി എങ്ങനെയാണ് ലൂബ്രിക്കേഷൻ നടക്കുന്നത്? ഇയാളുടെ പമ്പിങ് കാരണമല്ല. എങ്ങനെയാണ് ലൂബ്രിക്കേഷൻ നടക്കുന്നത്? കണക്ടിങ് റോഡിന്റെ അറ്റത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു എന്താണ് സ്കൂപ്പ് ഉണ്ട്. ആ ഒരു സ്കൂപ്പ് കാരണമാണ് എന്ത് നടക്കുന്നത്? സ്കൂപ്പ് എന്ത് ചെയ്യും? ആ ഒരു ഓയിലിനെ കോരിയെടുത്ത് എല്ലാ ഭാഗത്തേക്കും സ്പ്ലാഷ് ചെയ്യും. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ വിളിക്കുന്നത്. ഇനി ഇയാളുടെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം അതിൽ എന്തൊക്കെ ഉണ്ട്? ഒരു ക്യാപ്പ് ഓഫ് കണക്ടിങ് റോഡ് ഹാവ് എ സ്കൂപ്പ് ഉണ്ട്. അതായത് ആ കണക്ടിങ് റോഡിന്റെ ഏറ്റവും താഴത്തെ ഒരു സ്കൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐസ്ക്രീം സ്കൂപ്പ് ഒക്കെ ഇല്ലേ, ഐസ്ക്രീം ഒക്കെ ഇടുന്ന സ്കൂപ്പ്, അതുപോലെ തന്നെ ഉദ്ദേശിക്കുന്നത്. താഴെ എന്തുണ്ടാവും? ഒരു കയ്യിൽ ഒരു തവി പോലെ ഇവിടെ ഉണ്ടാവും, നമ്മുടെ കണക്ടിങ് റോഡിന്റെ താഴെ ഉണ്ടാവും. അയാളാണ് എന്ത് ചെയ്യുന്നത്? ഓയിലിനെ കോരി എടുത്തിട്ട് മുകളിലേക്ക് പോകുമ്പോൾ സ്പ്ലാഷ് ചെയ്യുന്നത്. ദെൻ ഓയിൽ പാസേജ് ഡ്രിൽഡ് ഇൻ ദ കണക്ടിങ് റോഡ്. അതായത് നമ്മുടെ കണക്ടിങ് റോഡിന് താഴെ മുകളിലൊക്കെ എന്തുണ്ടാവും? ബിയറിങ്സ് ഉണ്ടാവും. ആ ബിയറിങ്സിനൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? ആ കണക്ടിങ് റോഡിന്റെ സെന്ററിൽ കൂടി മൈന്യൂട്ട് ആയിട്ടുള്ള ഹോൾസ് ഡ്രിൽ ചെയ്തിട്ടുണ്ടാവും. അതിൽ കൂടി ആര് കയറി ചെല്ലും? ഈ ഓയില് കോരിയെടുക്കുന്ന ഓയില് അതിന്റെ ഒരു എന്താണ് പോർഷനും അതിന്റെ ഇടയിൽ കൂടി കയറി മുകളിലേക്ക് ചെല്ലും. ദെൻ എവിടെയാണ് ഇയാൾ ഉപയോഗിക്കുന്നത്? യൂസ്ഡ് ഫോർ ലൈറ്റ് ഡ്യൂട്ടി എഞ്ചിൻസ്. അതായത് കുറെ കൂടി ചെറിയ എഞ്ചിൻസിലാണ് നമ്മൾ ഇയാൾ ഉപയോഗിക്കുന്നത്. ദെൻ ഡിപ്പെൻഡ്സ് ഓൺ ദി ലൂബ്രിക്കന്റ് ലെവൽ ഇൻ ദ ട്രഫ്. അപ്പൊ ഇയാളുടെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഈ ട്രഫിലെ ഓയിൽ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും.
ഓക്കെ. ഇപ്പൊ ഇതിൽ ഓയിൽ ലെവൽ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കും? ലൂബ്രിക്കേഷൻ അവിടെ കുറയും. ഈ സ്കൂപ്പ് കോരി എടുത്തുകൊണ്ട് പോകുന്ന എമൗണ്ട് കുറയും അല്ലെ? അപ്പൊ ലൂബ്രിക്കേഷനെ ബാധിക്കും. അപ്പൊ അത് മെയിൻ പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക. സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിലെ മെയിൻ പോയിന്റ് എന്താണ്? ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ലൂബ്രിക്കൻ ലെവൽ ഇൻ ദ ട്രഫ്. ദെൻ എന്താണ് ഒരുപാട് കുറഞ്ഞാൽ എന്താണ് പ്രശ്നം, കൂടിയാൽ എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്? ഓയിലിന്റെ ആ ഒരു കണ്ടന്റ്. ലെസ് എമൗണ്ട് ഓഫ് ഓയിൽ ഇൻ ട്രഫ്, ട്രഫിനകത്ത് വളരെ കുറച്ച് എമൗണ്ട് ഓഫ് ഓയിൽ ആണ് ഉള്ളതെങ്കിൽ കോസ് ഫെയിലിയർ, അതായത് നമ്മുടെ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഫെയിൽ ആയി പോകും, ഫ്രിക്ഷൻ ഒക്കെ കൂടും, പ്രശ്നങ്ങളാവും. ഇനി ഹൈ എമൗണ്ട് ആണെങ്കിലോ, ഒരുപാട് ഉണ്ടെങ്കിലോ, ആൻഡ് ഹൈ എമൗണ്ട് കോസ് ഓവർ കൺസംഷൻ, ഒരുപാട് ഓയിൽ എന്ത് ചെയ്യും? എഞ്ചിനകത്തേക്ക് കയറി ചെല്ലുകയും അപ്പോൾ കൺസംഷൻ കൂടുകയും ചെയ്യും. അപ്പൊ അത് ഇയാളുടെ എന്താണ്? ഒരു സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാം. എമൗണ്ട് കൂടിക്കഴിഞ്ഞാലും കുറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ ഓവർകം ചെയ്യുന്ന രീതിയിലാണ് നെക്സ്റ്റ് ആള് വരുന്നത്, സെമി പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം. ശ്രദ്ധിക്കുക, ഈ സെമി പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ സ്പ്ലാഷ് സിസ്റ്റത്തിന്റെ കൂടെ ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് ഒരു പമ്പ് കൂടി വെച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കാട്ടാ, നേരത്തെ നിങ്ങൾ ഒരു പമ്പ് കണ്ടെങ്കിലും അയാൾ എന്തേ ചെയ്തുള്ളൂ? ആ ഒരു ഗാലറി അല്ലെങ്കിൽ ആ ട്രഫിലേക്ക് കൊണ്ടുപോയി നിറച്ചു വെക്കേ ചെയ്തുള്ളൂ. ഓക്കെ, വേറെ പാർട്സിന്റെ അകത്തേക്കൊന്നും ഡയറക്റ്റ് എന്തുണ്ടായില്ല? പമ്പിന്റെ സപ്ലൈ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഒരു സെമി പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് ഇവിടെയും ഒരു ട്രഫ് കാണാം. ട്രഫ് ഫിഗർ നിങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഈ ട്രഫ് നിങ്ങൾക്ക് കാണാം, കണക്ടിങ് റോഡിന് വേണ്ടിയിട്ട് ഒരു ട്രഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യും? ഈ ഓയില് പമ്പ് ചെയ്തിട്ട് അതിൽ കൊണ്ടുവന്ന് നിറയ്ക്കും. അതിന്റെ കൂടെ തന്നെ കണ്ട ഈ പമ്പിൽ നിന്നും ഒരു പോർഷൻ എഞ്ചിന്റെ മറ്റു പാർട്ടിയിലേക്കും പോകുന്നുണ്ട്. ഇതിലേക്ക് വന്നിട്ട് എഞ്ചിന്റെ മറ്റു പാർട്ടികളിലേക്ക് ഇതിലേക്ക് കറങ്ങി പോകുന്നുണ്ട്. മറ്റു പാർട്ടികളിലേക്ക് മാറി ചെയ്യുന്നുണ്ട്, ഓയിൽ പമ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ രണ്ടിന്റെയും എഫക്ട് ഉണ്ട്. ഓയിൽ പമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? എഞ്ചിന്റെ മെയിൻ കമ്പോണൻസിലേക്ക് ലൂബ്രിക്കേഷൻ കൊടുക്കുകയും അതുപോലെ തന്നെ ട്രഫിൽ വെച്ചിരിക്കുന്ന ഓയില് നമ്മുടെ കണക്ടിംഗ് റോഡിന്റെ സ്കൂപ്പ് വഴി കോരി എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ കണക്ടിംഗ് റോഡിന്റെ നടുക്കേ കൂടെ ഒക്കെ ചെല്ലുന്നു, സ്പ്ലാഷ് ചെയ്യുന്നു. പിസ്റ്റന്റെ ഒക്കെ ഒരു എന്താണ് റിസ്റ്റ് പിന്നിനെയും കണക്ടിംഗ് റോഡിന്റെ മെയിൻ ബിയറിംഗ്സിനെയും എന്ത് ചെയ്യും? അയാൾ അവിടെ ലൂബ്രിക്കേറ്റ് ചെയ്യും. ബാക്കിയുള്ള മെയിൻ കമ്പോണൻസിനൊക്കെ ആര് ലൂബ്രിക്കേറ്റ് ചെയ്യും? ഈ ഓയിൽ പമ്പ് വെച്ചിട്ട് നമ്മൾ ലൂബ്രിക്കേഷൻ നടത്തും. അപ്പൊ രണ്ടിന്റെയും കൂടി എഫക്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇയാളെ സെമി പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇനി അതല്ലെങ്കിൽ മറ്റൊരു പേരിലും പറയും, എന്താണ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ സ്പ്ലാഷിന്റെയും പ്രഷർ സിസ്റ്റത്തിന്റെയും കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്? ഈ സെമി പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണെന്നുള്ളത് മനസ്സിലാക്കുക. ഇയാളുടെ എന്തൊക്കെയാണ്? അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫുൾ പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം. ആ പേരിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കി എടുക്കണം. ഫുൾ പ്രഷർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ കണക്ടിംഗ് റോഡിന്റെ താഴെ എന്തുണ്ടാവില്ല? ഒരു സ്കൂപ്പ് ഉണ്ടാവില്ല. അതായത് സ്പ്ലാഷിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ആ ഒരു ലൂബ്രിക്കേഷൻ ടെക്നിക്ക് ഉണ്ടല്ലോ, അത് ഇവിടെ ഉണ്ടാവില്ല. കംപ്ലീറ്റ്ലി ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സർക്കുലേഷൻ എന്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും? നമ്മൾ പറഞ്ഞ ഈ ഒരു പമ്പിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് ഈ പമ്പ് ഈ ഒരു ഓയിൽ ഗാലറിയിൽ, ഇതൊക്കെ ഒരു ഓയിൽ ഗാലറി എന്ന് അയാൾ പറയാം. അത് പമ്പ് ചെയ്തിട്ട് ഒരു എന്താണ് മെയിൻ ലൈൻ ഉണ്ട്, ഒരു പൈപ്പാ, ഇങ്ങനെ ഒരു മെയിൻ പൈപ്പ്. ഈ മെയിൻ പൈപ്പിലേക്കാണ് പമ്പ് ചെയ്ത ആള് വരുന്നത്. എന്നിട്ട് അവിടെ നിന്നാണ് പല ഭാഗത്തേക്ക് അയാള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അയാള് പല വഴിക്കായിട്ട് പിരിയുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ ഓയിൽ ഗാലറി എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് മെയിൻ ആയിട്ട് എന്താണ്? ഈ പമ്പ് വഴി വരുന്ന ആള് കംപ്ലീറ്റ് എല്ലാ എഞ്ചിൻ പാർട്സിലേക്കും പോവുകയാണ്. വേറെ ഒരു ടെക്നിക്ക് എന്തിനായിട്ട് ഉപയോഗിക്കുന്നില്ല? ലൂബ്രിക്കേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ദി പമ്പിങ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫുൾ പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ വിളിക്കുന്നത്. ഈ ഓയിൽ ഗാലറി എന്നുള്ള പേര് പ്രത്യേകം ഓർത്തിരിക്കട്ടോ, ഓയിൽ ഗാലറി എന്നുള്ള പേര്. കാരണം ചോദിക്കാറുണ്ട്, അവിടെ പമ്പില്ലേ, ഓയിൽ പമ്പ്. ഓയിൽ പമ്പ് ഏത് സിസ്റ്റം ആയി കഴിഞ്ഞാലും ഓയിൽ പമ്പ് ഈ ഓയിലിനെ പമ്പ് ചെയ്തിട്ട് എങ്ങോട്ടാണ് വിടുന്നതെന്ന് ചോദിക്കാറുണ്ട്. അത് ഓയിൽ പമ്പിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ ഓയിൽ പമ്പിന്റെ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ഓയില് ആദ്യം ചെല്ലുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? ഓയിൽ ഗാലറി എന്നാണ്. കുറെ ഉണ്ടാവും, ഫിൽറ്ററിനും വേറെ കുറെ സാധനങ്ങളൊക്കെ തരും, ഓപ്ഷനിൽ തരും. പക്ഷെ ഉത്തരം എന്താണ്? ഓയിൽ ഗാലറിയിലേക്കാണ് അയാൾ ചെല്ലുന്നത്. ആ ഗാലറിയിൽ നിന്നാണ് അയാൾക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്കൊക്കെ അയാൾ എന്ത് ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അയാൾ പല വഴിക്കായിട്ട് പോകുന്നത്. ഓക്കെ, ഇയാളുടെ കുറച്ച് പ്രത്യേകതകൾ പറയാണ്. ഫുൾ പ്രഷർ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത, യൂസിങ് പ്രഷറൈസ്ഡ് പമ്പ് നമ്മൾ കണ്ടു. ഇൻസ്റ്റെഡ് ഓഫ് സ്പ്ലാഷിംഗ് ഇല്ല അവിടെ. ദ ഓയിൽ എൻറ്റേഴ്സ് ത്രൂ ദി ഹോൾസ് ഡ്രിൽഡ് ഇൻ ദ കണക്ടിംഗ് റോഡ്. അതായത് കണക്ടിംഗ് റോഡിന്റെ ഇടയിൽ കൂടെയുള്ള എന്താണ് ആ ഹോൾസിൽ കൂടി മാത്രമാണ് പോകുന്നത്. ആ ഒരു സ്കൂപ്പ് ഒന്നും എവിടെ കൊടുത്തിട്ടില്ല, കണക്ടിംഗ് റോഡിന്റെ താഴെ കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പ്ലാഷിംഗ് എന്ന് പറയുന്ന പരിപാടി അവിടെ ഇല്ല. ദെൻ പ്രഷർ ഓഫ് സപ്ലൈ, ആ ഒരു
പമ്പിന്റെ ഒരു കപ്പാസിറ്റി പറയാണ്. കൊടുക്കുന്ന പ്രഷറൈസ് ചെയ്യുന്ന ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ 1.5 മുതൽ 4 ബാർ വരെയാണ്. 1.5 to 4 ബാർ ആണ് ആ പമ്പിന്റെ ഒരു കപ്പാസിറ്റി. ദെൻ അഡോപ്റ്റഡ് ബൈ മോസ്റ്റ് മാനുഫാക്ചറേഴ്സ്. അതായത് തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആ ഒരു എന്താണ് സ്പ്ലാഷ് സിസ്റ്റത്തെക്കാളും സെമി ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെക്കാളും കൂടുതലായിട്ട് എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്? ഫുൾ പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തെയാണ്. കാരണം മറ്റേതിനൊക്കെ കുറെ ഡിസഡ്വാൻറ്റേജസും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം അത്ര കൺട്രോളബിൾ അല്ല അവര്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറേയും കൂടി റിലയബിൾ ആയിട്ടുള്ള വിശ്വസിക്കാവുന്ന ആളെന്താണ്? ഫുൾ പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ്. കാരണം അയാൾ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പമ്പിന്റെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് എന്ത് നടന്നോളും? ലൂബ്രിക്കേഷൻ അവിടെ നടന്നോളും. കാരണം പമ്പ് എന്തുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഓയിൽ പമ്പ് നമ്മൾ കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റുമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ക്രാങ്ക് ഷാഫ്റ്റിന്റെ സ്പീഡ് എന്തിനാ ഡിപ്പെൻഡ് ആയിരിക്കണേ? എഞ്ചിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ആയിട്ടായിരിക്കണേ. അപ്പൊ എഞ്ചിന്റെ സ്പീഡ് കൂടുന്നതും കുറയുന്നതിനനുസരിച്ചിട്ട് ക്രാങ്ക് ഷാഫ്റ്റിന്റെ സ്പീഡ് കൂടുകയും കുറയും ചെയ്യും. അപ്പൊ ആ കൂടുന്നതും കുറയുന്ന സ്പീഡ് ആർക്ക് കിട്ടും? പമ്പിന് കിട്ടും, ഓയിൽ പമ്പിന് കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? എഞ്ചിൻ സ്പീഡിന് ആ ഒരു ആനുപാതികമായിട്ടായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും കംപ്ലീറ്റ്ലി. എവിടെ? ഫുൾ പ്രഷർ ലൂബ്രിക്കേഷൻ സിസ്റ്റത്തില്. അവസാനത്തെ ആളാണ് നമ്മളുടെ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ശ്രദ്ധിക്കുക, ക്ലാസിഫിക്കേഷൻ മറന്നു പോകരുത്. എന്തൊക്കെയായിരുന്നു? മിസ്റ്റ് ഉണ്ടായി, വെറ്റ് ലൂബ്രിക്കേഷൻ ഉണ്ടായി, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ ഉണ്ടായി. അപ്പൊ മിസ്റ്റ് നമ്മൾ കണ്ടു, മാറ്റി നിർത്തി. അടുത്ത വെറ്റ് സമ്പ് കണ്ടു. അതിൽ തന്നെ 3 ക്ലാസിഫിക്കേഷൻ വന്നു. ഏതൊക്കെയാ? സ്പ്ലാഷ്, സെമി പ്രഷർ, ദെൻ ഫുൾ പ്രഷർ. ഓക്കെ, ഇനി ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വെറ്റ് സമ്പ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ആളാണ് ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. ശ്രദ്ധിക്കാട്ടാ, ഈ ആള് കുറെ കൂടി അഡ്വാൻസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താണ് വില കൂടിയ വണ്ടികളിലൊക്കെ, കുറെ കൂടി വില കൂടിയ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ എഞ്ചിൻസിലൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ ആണ്. പ്രത്യേകിച്ച് റേസിംഗ് കാറിലൊക്കെ ഈ ഒരു ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. കാരണം മറ്റേ ആളെക്കാളും ഒരുപാട് അഡ്വാൻറ്റേജസ് ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. അപ്പൊ പേരിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കാട്ടോ, വെറ്റ് സമ്പ്, ഡ്രൈ സമ്പ്. ഈ സമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? ഓയിൽ പാനിനെയാണ് സമ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രാങ്ക് കേസിന്റെ താഴെ ചേർന്ന് വരുന്ന ഓയിൽ പാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെറ്റ് സമ്പിൽ പറഞ്ഞു എന്ത്? മെയിൻ ആയിട്ടല്ല, കംപ്ലീറ്റ്ലി ഓയിൽ സ്റ്റോർ ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ആ ക്രാങ്ക് കേസിന്റെ താഴെയുള്ള ഓയിൽ പാനിൽ തന്നെയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്? നമ്മുടെ ആ ഒരു ക്രാങ്ക് കേസിന്റെ താഴെയുള്ള ഓയിൽ പാനില് ഒരുപാട് ഓയിൽ കിടക്കാനുള്ള ഒരു സാഹചര്യം നമ്മളിവിടെ കൊടുക്കൂല. അതിന് പകരം ഒരു ടാങ്ക്, സെപ്പറേറ്റ് ടാങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടാവും. കണ്ട, സെപ്പറേറ്റ് ടാങ്ക് ഇവിടെ ഡ്രൈ സമ്പ് സിസ്റ്റത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിൻ ക്രാങ്ക് കേസിലെ ഈ എഞ്ചിൻ ക്രാങ്ക് കേസിന്റെ വളരെ താഴ്ന്ന ലെവലിൽ മാത്രമാണ് എന്ത്? ഓയിൽ ഉണ്ടാവുള്ളൂ. നേരത്തെ വെറ്റ് സമ്പൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ഒരു ലെവലിൽ എന്തുണ്ടാവും? ഓയിൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ എന്തുണ്ടാവില്ല, ആ ഒരു വളരെ താഴ്ന്ന ലെവലിലാണെന്ത്? ഇതിൽ ഓയിൽ ഉണ്ടാവുള്ളൂ. ഓൾമോസ്റ്റ് എന്തായിരിക്കും? ഒരു ഡ്രൈ ആണെന്ന് തന്നെ നമുക്ക് പറയാം. ഇതിന്റെ താഴെ ഓൾമോസ്റ്റ് ഡ്രൈ ആയിരിക്കുന്ന ഒരു അവസ്ഥയെ തന്നെ ആയിരിക്കും എന്ത്? ക്രാങ്ക് കേസിന്റെ ഏറ്റവും താഴെയുള്ള ഭാഗം നമുക്ക് പറയാം. എന്താണ് ഇയാളുടെ ഒരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കറിയാം ഒരു സമ്പ്, അതായത് ഇപ്പോ എഞ്ചിൻ എടുക്കുകയാണ്, എഞ്ചിന്റെ താഴെ ഒരു സ്റ്റോറേജ് ടാങ്ക് പോലെ സമ്പ് കൂടി വരുമ്പോൾ എഞ്ചിന്റെ ഉയരം അത്രയും കൂട്ടണം. എഞ്ചിൻ മൗണ്ട് ചെയ്യുന്നത് എഞ്ചിന്റെ ഉയരം എന്ത് ചെയ്യണം? നമ്മൾ അത്രയും കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. അങ്ങനെ കൂട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഇയാളുടെ കംപ്ലീറ്റ് ഒരു ബാലൻസിങ് ഒക്കെ ഉണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലൊക്കെ പ്രശ്നങ്ങൾ വരും. അത് വണ്ടിയുടെ ഒരു ബാലൻസിങ്, ആ ഒരു കോർണറിങ് ഒക്കെ എടുക്കുന്ന സമയത്ത് വണ്ടിയുടെ ബാലൻസിനെയൊക്കെ ഈ ഒരു പൊസിഷൻ മാറുന്നത് ബാധിക്കും. എവിടെ? വെറ്റ് സമ്പ് ആവുമ്പോൾ. കാരണം വെറ്റ് സമ്പിൽ എന്ത് വേണം? താഴെ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു ഓയിൽ പാൻ വേണം. കാരണം അതാണ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നത്? ഓയിലിന് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്? പേരിന് മാത്രം ഒരു ഓയിൽ സമ്പ് ഉണ്ടെന്നുള്ളൂ. വളരെ മൈന്യൂട്ട് ആയിട്ട് വളരെ കുറച്ച് അളവിൽ മാത്രമാണ് ഇത് അതിൽ ഓയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? എഞ്ചിനെ മാക്സിമം താഴ്ത്തി വെക്കാം. എഞ്ചിനെ മാക്സിമം താഴ്ത്തി എനിക്ക് വെക്കാനും ആ ഒരു സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാലൻസിങ്ങിൽ കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് എവിടെ കിട്ടും? ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷനിൽ എനിക്ക് കിട്ടും. അതാണ് ഇയാളുടെ മെയിൻ റീസൺ. അല്ലെങ്കിൽ വെറ്റ് സമ്പും ഡ്രൈ സമ്പും തമ്മിലുള്ള മെയിൻ വ്യത്യാസവും മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനി എങ്ങനെയാണ് ഇയാളുടെ വർക്കിംഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു എഞ്ചിൻ ക്രാങ്ക് കേസ് നിങ്ങൾ കാണുന്നുണ്ട്, ഒരു സ്ട്രെയിനർ, ഒരു അരിപ്പ താഴെ കാണുന്നുണ്ട്, ഒരു സ്കാവെഞ്ചിങ് പമ്പ് കാണുന്നുണ്ട്, ഒരു ഫിൽറ്റർ കാണുന്നുണ്ട്, ഒരു ബൈപ്പാസ് വാൽവ് കാണുന്നുണ്ട്, ഒരു സപ്ലൈ ടാങ്ക് ഉണ്ട്, ഒരു വെന്റ്, ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്, ദെൻ ഒരു ഓയിൽ പമ്പ് ഇവിടെ ഉണ്ട്, ഓയിൽ കൂളർ ഉണ്ട്, പ്രഷർ റിലീഫ് വാൽവ് ഉണ്ട്, ദെൻ നമ്മുടെ പമ്പ് ചെയ്ത് ടു ബിയറിങ്സ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഓയിൽ പോകുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് വർക്കിംഗ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഒരു സ്കാവെഞ്ചിങ് പമ്പ് ശ്രദ്ധിക്കാട്ടോ. നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിൻ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ പഠിച്ചൊരു ടേം ആണിത്, ഈ സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന ടേം. എന്തായിരുന്നു സ്കാവെഞ്ചിങ്? എന്തെങ്കിലും ഒരു സാധനത്തെ എന്താണ് പിടിച്ച് തള്ളി പുറത്താക്കുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്കാവെഞ്ചിങ് എന്ന് വിളിക്കുക. അതായത് ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് അനുവദിക്കാതെ നമ്മൾ എന്ത് ചെയ്യും? അയാളെ വലിച്ചു പിടിച്ച് പുറത്താക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കാവെഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മീനിങ്ങിലുള്ള പമ്പ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പമ്പ് ആ ഒരു സ്കാവെഞ്ചിങ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇയാളെ സ്കാവെഞ്ചിങ് പമ്പ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഇയാൾ എന്താ ചെയ്യുന്നത്? ഈ ക്രാങ്ക് കേസിന്റെ താഴെ വന്ന് ഓയിൽ കെട്ടിക്കിടക്കാനായിട്ട് സമ്മതിക്കില്ല. വന്ന അപ്പൊ തന്നെ എന്ത് ചെയ്യും? അത് പമ്പ് ചെയ്ത് നേരെ ഈ സപ്ലൈ ടാങ്കിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അതായത് വരുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ എന്ത് ചെയ്യും? ഇയാൾ സ്കാവെഞ്ചിങ് പമ്പ് കെട്ടിക്കിടക്കാനായിട്ട് സമ്മതിക്കില്ല. എന്ത് ചെയ്യും? അയാൾ അപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ സപ്ലൈ ടാങ്കിൽ കൊണ്ടുപോയി വെക്കും. അതുകൊണ്ടാണ് ഇയാൾക്ക് എന്ത് പേര് വന്നത്? ഡ്രൈ സമ്പ്. സമ്പ് ഡ്രൈ ആണ്, ഡ്രൈ സമ്പ് സിസ്റ്റം എന്ന് പേര് വരാനുള്ള കാരണം. ഇനി ഇവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്തിട്ട് ടാങ്കിലേക്ക് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് ഈ ഫിൽറ്റർ ബൈപ്പാസ് വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഫിൽറ്റർ അടഞ്ഞു പോയി എന്ന് വിചാരിക്കുക. അതായത് കുറെയൊക്കെ അഴുക്ക് കയറി പിടിച്ചിട്ട് ഈ ഫിൽറ്റർ കംപ്ലീറ്റ്ലി അടഞ്ഞു പോയി. ഇനി ഇതുവഴി എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഓയിലിനെ കടത്തിവിട്ട് സപ്ലൈ ടാങ്കിലേക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അത് ആരെ ബാധിക്കും? പമ്പിനെ ബാധിക്കും. ബാക്ക് പ്രഷർ വരും. തിരിച്ച് എന്ത് ചെയ്യും? പമ്പിലേക്ക് നേരെ തിരിച്ച് ഇയാൾക്ക് എന്ത് കിട്ടും? അടി കിട്ടും, പ്രഷർ കിട്ടും, അല്ലെ? ആ പമ്പ് ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു സ്പ്രിംഗ് ഉണ്ടാവും, ഒരു സ്പ്രിംഗ് ലോഡഡ് വാൽവ് ആണ്. ഈ സ്പ്രിംഗില് ഒരു ടെൻഷൻ ഒക്കെ കാണും, അല്ലെ? ഒരു പർട്ടിക്കുലർ പ്രഷർ എത്തിക്കഴിയുമ്പോഴാണ് എന്ത്? ഈ സ്പ്രിങ് കംപ്രസ് ആയിട്ട് ഈ നീഡിൽ കണ്ട ഈ ഒരു പോയിന്റ് ഇയാൾ പുറകോട്ട് മാറി ഓപ്പൺ ആവുന്നത്. അപ്പോ നേരത്തെ എന്താണ്? ഇവിടെയൊക്കെ ഓയിൽ വന്ന് ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഓയിലിന് ഇതിനെ തള്ളി മാറ്റാനുള്ള അത്രയും പ്രഷർ ഇല്ല. കാരണം എന്ത് ചെയ്യാ? ഫിൽറ്റർ ഇയാൾ ഇങ്ങോട്ട് കടത്തി വിടുന്നുണ്ട്. ഓക്കെ, ഫിൽറ്റർ ഇയാള് എന്താണ് കംഫർട്ടബിൾ ആയിട്ട് കടത്തി വിടുന്നതുകൊണ്ട് എന്താണ് ഈ പറയുന്ന പ്രഷർ ഡെവലപ്മെന്റ് എവിടെ നടക്കുന്നില്ല? ഈ ഒരു വാൽവിന്റെ അറ്റത്ത് നടക്കുന്നില്ല. പക്ഷെ ഫിൽറ്റർ കംപ്ലീറ്റ് ക്ലോസ് ആയി പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതിന്റെ അകത്തെ പ്രഷർ അങ്ങോട്ട് കൂടാൻ തുടങ്ങും. അങ്ങനെ പ്രഷർ കൂടുമ്പോൾ ഈ സ്പ്രിംഗ് പ്രഷറിനെ ഒപ്പോസ് ചെയ്ത് സ്പ്രിംഗ് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ വരുമ്പോൾ ഈ വാൽവ് റൈറ്റിലേക്ക് നീങ്ങുകയും ഇവിടെ ഒരു ഓപ്പണിംഗ് തുറന്നു കിട്ടും. ആ ഓപ്പണിംഗ് വഴി എന്ത് ചെയ്യും? ഇയാള് ടാങ്കിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ എന്താണ് ഈ ബൈപ്പാസ് വാൽവിന്റെ? പഠിക്കാട്ടോ, ബൈപ്പാസ് വാൽവിന്റെ ഒരു ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ സ്കാവെഞ്ചിങ് പമ്പിനെ രക്ഷിക്കുക എന്നുള്ളതാണ്. എന്താണ് രക്ഷിക്കാനുള്ള സാഹചര്യം? എന്താണ്? ഈ ഫിൽറ്റർ ക്ലോഗ് ആയി പോവുക. ക്ലോഗ് ആയി പോവാന്ന് പറഞ്ഞാൽ അടഞ്ഞു പോവുക. ഇമ്പ്യൂരിറ്റീസ് ഒക്കെ വന്ന് എന്ത് ചെയ്യും? ഫിൽറ്റർ അടഞ്ഞു പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ സ്കാവെഞ്ചിങ് പമ്പിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആരിയിരിക്കുന്നത്? ഫിൽറ്റർ ബൈപ്പാസ് വാൽവ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ടാങ്കിലേക്ക് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ വെക്കും. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ഒരു ഓയിൽ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ബാക്കി നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ലൂബ്രിക്കേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വിടുന്നത്. അപ്പോൾ ഈ ഓയിൽ പമ്പിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രഷർ റിലീഫ് വാൽവ് കൊടുത്തത്. ശ്രദ്ധിക്കാട്ടാ, ഈ ഓയിൽ പമ്പിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രഷർ റിലീഫ് വാൽവ് കൊടുത്തത്. ഏതാണ്ട് നമ്മൾ ഈ ഫിൽറ്റർ ബൈപ്പാസ് വാൽവ് പോലെ തന്നെ ഇരിക്കണേ. ആ ഒരു നീഡിലും ആ ഒരു സ്പ്രിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അതായത് നേരത്തെ പറഞ്ഞ ഈ ഒരു ലൈനിലെ പ്രഷർ എന്തെങ്കിലും കാരണം കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ, നമ്മുടെ മെയിൻ ലൈനിലുണ്ടല്ലോ, ആ മെയിൻ ലൈനിലെ പ്രഷർ എന്തെങ്കിലും കാരണം കൊണ്ട് കൂടിക്കഴിഞ്ഞാൽ, അതായത് പമ്പ് ചെയ്യുന്ന ആ പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ ഇതിൽ ഡെവലപ്പ് ചെയ്താൽ പമ്പിലേക്ക് തിരിച്ച് ഓയിൽ ഫ്ലോ വരും, ആക്ട് ചെയ്യും. അപ്പൊ ആ സമയത്ത് പമ്പ് ഡാമേജ് ആവാതെ എന്ത് ചെയ്യും? മറ്റൊരു ഓപ്പണിംഗ് ഇവിടെ തുറന്നു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ പറയുന്ന പ്രഷർ റിലീഫ് വാൽവ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കണം. ദെൻ ഒരു ഓയിൽ കൂളർ കാണാം. വെറ്റ് സമ്പിലൊന്നും കാണാത്ത ഒരു ഓയിൽ കൂളർ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. വേറെ ഒന്നിനുമല്ല, എന്തായാലും ഈ എഞ്ചിനിൽ നിന്നൊക്കെ ഹീറ്റ് എടുത്ത് അത്യാവശ്യം ഹോട്ട് ആയിട്ടുള്ള ഓയിലാണ് വീണ്ടും പമ്പ് ചെയ്ത് കയറി വരുന്നത്. അപ്പൊ അയാളുടെ ഒരു കപ്പാസിറ്റി കുറച്ചുകൂടി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണത് ഒരു ഓയിൽ കൂളർ കൂടി വെച്ചിട്ടുണ്ടാവും. കാരണം ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്തുകൂടിയായിട്ട് ആക്റ്റീവ് എന്ന് പറഞ്ഞ് ഒരു പരിധി വരെ ഒരു കൂളന്റ് ആയിട്ടും ആക്റ്റീവ് എന്ന് പറഞ്ഞ്. അപ്പൊ ആ മെയിൻ കമ്പോണൻസിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ് അയാളൊന്ന് തണുപ്പിച്ചു കഴിഞ്ഞാൽ, കൂളാക്കി കഴിഞ്ഞാൽ അയാളുടെ ആ ഒരു ഫംഗ്ഷൻ എന്ത് ചെയ്യും? ആ ഒരു ഫംഗ്ഷന്റെ കപ്പാസിറ്റി ആൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ടാണിത് ഒരു ഓയിൽ കൂളർ വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം, എന്താണ് ഫിൽറ്റർ ബൈപ്പാസ് വാൽവ്, അയാളുടെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫിൽറ്റർ അടഞ്ഞു പോകുന്ന സമയത്ത് സ്കാവെഞ്ചിങ് പമ്പിനെ രക്ഷിക്കുക. പിന്നെ ചോദിക്കുന്നത് ഈ പ്രഷർ റിലീഫ് വാൽവിന്റെ പൊസിഷൻ ചോദിക്കാറുണ്ട്. അത് പ്രഷർ റിലീഫ് വാൽവ് എവിടെയാണ്? ഇയാളെ ചുറ്റിപ്പറ്റി ഒരുപാട് ചോദ്യങ്ങളുണ്ട് കേട്ടോ. ഈ പ്രഷർ റിലീഫ് വാൽവിന്റെ ഫംഗ്ഷൻ എന്താണ്,
ഇയാളുടെ പൊസിഷൻ എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിയേ, ഓയിൽ പമ്പ് കഴിഞ്ഞിട്ടായിരിക്കും പ്രഷർ റിലീഫ് വാൽവ് വെക്കുക. ശ്രദ്ധിക്കുക, ഓയിൽ പമ്പ് കഴിഞ്ഞിട്ടായിരിക്കും ആര് വരുന്നത്, പ്രഷർ റിലീഫ് വാൽവ് വെക്കുന്നത്. അപ്പൊ ആ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കയറി വരും. അപ്പൊ ഇയാളുടെ വർക്കിംഗ് മനസ്സിലായെന്ന് വിചാരിക്കണം. പിന്നെ വെന്റ് കൊടുത്തേക്കണം എന്തിനാ, ഈ ഒരു ഇവിടെ നമ്മളുടെ എന്താണ് ഒരു ലെവൽ ഉണ്ടാവുമല്ലോ ഓയിലിന്. അപ്പൊ ആ ഓയിൽ ലെവലിന്റെ മുകളിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെന്റ് കൊടുത്തേക്കണേ, വേറെ ഒന്നുമല്ല. ഇതിന്റെ മുകളില് അറ്റ്മോസ്ഫിയർ പ്രഷർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാ. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം, ഇത് കംപ്ലീറ്റ് അടഞ്ഞിരിക്കുകയെന്ന് വിചാരിക്കും, ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് അടച്ചെന്ന് വിചാരിക്കും, എന്ത് പറ്റും, ഇതിന്റെ അകത്തൊരു പർട്ടിക്കുലർ ലെവലിൽ ഓയിൽ ഉണ്ടാവും. ആ ഓയിൽ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഇതിന്റെ മുകളിൽ ഒന്നുമില്ലാത്തൊരു സാഹചര്യം വരും, ശരിയല്ലേ? ഒന്നുമില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ ഒരു നെഗറ്റീവ് പ്രഷർ വരും. അപ്പൊ ഇയാൾ തിരിച്ചു വലിക്കാനുള്ള സാധ്യത ഉണ്ട്. അതായത് പമ്പ് അങ്ങോട്ട് വലിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യും, തിരിച്ചു വലിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. നമുക്കറിയാം, ആ ഒരു വാക്വം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര ബലം പിടിച്ചാലും എന്ത് ചെയ്യില്ല, പുറത്തേക്ക് നമുക്ക് വിട്ടു കിട്ടില്ല. നെഗറ്റീവ് പ്രഷർ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വലിക്കുന്നതല്ലാതെ നമ്മൾ എത്ര വലിച്ചാലും എന്ത് ചെയ്യും, തിരിച്ചിങ്ങോട്ട് പോരൂല. ആ ഒരു എഫക്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു ഓപ്പണിംഗ് കൊടുത്തേക്കണത്. അപ്പൊ എന്ത് സംഭവിക്കും, ഇതിന്റെ അകത്ത് എത്ര ലെവല് കുറഞ്ഞാലും അവിടെ ആര് വന്ന് ഇരിക്കും, എയറിന്റെ അല്ലെങ്കിൽ ആ ഒരു അറ്റ്മോസ്ഫിയർ പ്രഷർ അവിടെ വന്ന് ഇരുന്നോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ദെൻ ഇയാളുടെ സ്പീഡ് ചോദിക്കാറുണ്ട് കേട്ടോ. ഓയിൽ പമ്പിന്റെയും സ്കാവഞ്ചിങ് പമ്പിന്റെയും സ്പീഡ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഒരു സ്കാവഞ്ചിങ് പമ്പിന്റെ സ്പീഡ്, അയാളുടെ വർക്കിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഈ ഓയിൽ പമ്പിനേക്കാളും കൂടുതലായിരിക്കും. ശ്രദ്ധിക്കാട്ടോ, ഈ സ്കാവഞ്ചിങ് പമ്പിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഓയിൽ പമ്പിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇത് ഡ്രൈ ആയിട്ട് കിടക്കണേ. ഇത് ഡ്രൈ ആയിട്ട് കിടക്കാൻ കാരണം അതാ, ഇയാളുടെ സ്പീഡ് കൂടുതലായതുകൊണ്ട് വരുന്നതിന് അപ്പൊ തന്നെ വലിച്ചുകൊണ്ട് പോകും. ഇനി ഇവിടെ വരുന്ന എന്ത് ചെയ്യും, കുറച്ചുകൂടി മിതമായ സ്പീഡിലാണ് എന്ത് ചെയ്യുള്ളൂ, മോഡറേറ്റ് സ്പീഡിലാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ഓയിൽ പമ്പ് വളരെ കുറച്ചുകൂടി സാവധാനത്തിലാണ് എന്ത് ചെയ്യുള്ളൂ, അയാൾ ലൂബ്രിക്കേഷൻ വേണ്ടി പറഞ്ഞു വിടുള്ളൂ. അപ്പൊ അയാൾ തിരിച്ച് കറങ്ങി വരുമ്പോഴേക്കും എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ഇവിടെയുള്ള ഓയിൽ മുഴുവൻ ഇപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ടാവും. വീണ്ടും ഇവിടെ കറങ്ങി വരുന്നതിന് വീണ്ടും സ്കാവഞ്ചിങ് പമ്പ് എന്ത് ചെയ്യും, എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുപോകും. അപ്പൊ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഡ്രൈ സമ്പ് സിസ്റ്റത്തിലെ സ്കാവഞ്ചിങ് പമ്പിന്റെ സ്പീഡ് എന്ന് പറയുന്നത് അതിലെ ഓയിൽ പമ്പിനേക്കാളും കൂടുതലായിരിക്കും. ഓർത്തിരിക്കുക. എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ടെന്ന് നോക്കാം. ഒരു ഡ്രൈ സമ്പിന്റെ പ്രത്യേകതകളാണ്, ഹാസ് എ സ്റ്റോറേജ് ടാങ്ക് ഔട്ട്സൈഡ് ദി എഞ്ചിൻ ബ്ലോക്ക്. ക്രാങ്ക് കേസിൽ അല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സെപ്പറേറ്റ് സ്റ്റോറേജ് ടാങ്ക് അവിടെ കൊടുക്കുന്നുണ്ട്. ദെൻ ഓയിൽ റിട്ടേൺസ് ടു ദ ടാങ്ക് ബൈ മീൻസ് ഓഫ് സ്കാവഞ്ചിങ് പമ്പ്, നോട്ട് ബൈ ഗ്രാവിറ്റി. അതായത് വെറ്റ് സമ്പ് സിസ്റ്റത്തിനകത്ത് നമ്മൾ അങ്ങനെ ഒരു വേറൊരു പമ്പൊന്നും കണ്ടില്ല. അതായത് മുകളിലേക്ക് പമ്പ് ചെയ്ത് വിടാൻ മാത്രം ഒരു പമ്പ് കണ്ടത്. നേരെ തിരിച്ചു വരുന്നത് എന്താണ്, എല്ലായിടത്തും കറങ്ങി ബൈ ഗ്രാവിറ്റി നേരെ താഴേക്ക് വന്ന അയാൾ വീഴുകയാണെങ്കിൽ ഇവിടെ ഈ സപ്ലൈ ടാങ്ക് ഉണ്ടല്ലോ, ഈ സപ്ലൈ ടാങ്കിലേക്ക് എത്തുന്ന കഥ പറയണേ. ഈ സപ്ലൈ ടാങ്കിലേക്ക് ആ ഓയിൽ തിരിച്ചെത്തുന്നത് ബൈ ഗ്രാവിറ്റി വഴിയല്ല. എങ്ങനെയാണ് സപ്ലൈ ടാങ്കിലേക്ക് എത്തുന്നത്, സ്കാവഞ്ചിങ് പമ്പ് വഴിയാണ് അയാൾ എത്തുന്നത്. അതാണ് ഈ പറഞ്ഞേക്കണേ. നോക്കിയേ, ദ ഓയിൽ റിട്ടേൺസ് ടു ടാങ്ക്, കൺഫ്യൂഷൻ അടിക്കരുത്, ക്രാങ്ക് കേസ് അല്ല, ടാങ്ക്. ദ ഓയിൽ റിട്ടേൺസ് ടു ടാങ്ക് ബൈ മീൻസ് ഓഫ് സ്കാവഞ്ചിങ് പമ്പ്, നോട്ട് ബൈ ഗ്രാവിറ്റി. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. Then capacity of scavenging pump is always greater than the oil pump. ഓയിൽ പമ്പിനേക്കാൾ കൂടുതൽ കപ്പാസിറ്റി ഉള്ള ആൾ അല്ലെങ്കിൽ സ്പീഡ് കൂടിയ സാധനമായിരിക്കും എന്ത്, ഈ സ്കാവഞ്ചിങ് പമ്പ് എന്ന് പറയുന്ന ആള്. ഇനി ഇഫ് ദ ഫിൽറ്റർ ഈസ് ക്ലോഗ്ഡ്, ഫിൽറ്റർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ ദ ബൈപാസ് വാൽവ് ഓപ്പൺസ് ആൻഡ് ഓയിൽ ബൈപാസസ് ദ ഫിൽറ്റർ ആൻഡ് റീച്ചസ് സപ്ലൈ ടാങ്ക്. ഇത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഇതിനകത്ത് പ്രഷർ കൂടുമ്പോൾ ബൈപാസ് വാൽവ് ഓപ്പൺ ആവുന്നു, ഓയിൽ നേരെ എങ്ങോട്ട് ചെല്ലുന്നു, സപ്ലൈ ടാങ്കിലേക്ക് പോകുന്നു. ദെൻ ഇതിനകത്ത് അവർ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ എന്ന് പറഞ്ഞാൽ 3 മുതൽ 8 ബാർ വരെയാണ്. ദെൻ യൂസ്ഡ് ഇൻ ഹെവി ഡ്യൂട്ടി എഞ്ചിൻസ് ആൻഡ് ഹൈ പെർഫോമൻസ് വെഹിക്കിൾ, കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള വണ്ടികളിലും ദെൻ ഹൈ പെർഫോമൻസ് മെയിനായിട്ട് സ്പോർട്സ് കാറുകൾ, ലക്ഷറി വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെയാണ് ആര് ഉപയോഗിക്കുന്നത്, ഈ ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം എന്താ, ഇയാൾ കോസ്റ്റ് കൂടുതല, സെപ്പറേറ്റ് ടാങ്കും സെപ്പറേറ്റ് പമ്പൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാളുടെ നമ്മൾ നേരത്തെ കണ്ട കമ്പോണൻസ് അല്ല, അതുകൂടെ ഒരുപാട് കമ്പോണൻസിൽ കയറി വരുന്നുണ്ട്. കുറെ വാൽവുകളും പമ്പും സപ്ലൈ ടാങ്ക് ഒക്കെ എക്സ്ട്രാ ഓയിൽ കൂളർ ഒക്കെ കയറി വരുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇയാളുടെ ചെലവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഉപയോഗിക്കുന്നത്, ഹൈ പെർഫോമൻസ് വെഹിക്കിൾസ് അല്ലെങ്കിൽ കുറച്ചുകൂടി ലക്ഷറി ആയിട്ടുള്ള വാഹനങ്ങളിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡ്രൈ സമ്പ് ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത്. എടാ ഇത്ര ഒന്ന് നോക്കിയേ, ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കിയേ. ഷാനവാസേ, ഓക്കെ ആണ്? അപ്പൊ നമ്മള് അടുത്തൊരു ഇമ്പോർട്ടന്റ് ടേം പറയണ്ട, ലൂബ്രിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്തൊരു ഇമ്പോർട്ടന്റ് ടേം ആണ് ബ്ലോ ബൈ, BLOWBY, ബ്ലോ ബൈ എന്ന് പറയുന്ന ടേം. അതായത് നമ്മളെ എഞ്ചിന്റെ കമ്പഷൻ ചേംബർ
നിങ്ങൾ മനസ്സിലാക്കി കൊണ്ടുവരാട്ടാ. എഞ്ചിന്റെ ആ ഒരു കമ്പഷൻ ചേംബർ എന്ന് പറഞ്ഞാൽ പിസ്റ്റന്റെ മുകളിലുള്ള ആ ഒരു പാർട്ട്, ആ പാർട്ടില് കംപ്രഷന്റെയും എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്കിന്റെയും എക്സ്പാൻഷൻ സ്ട്രോക്കിന്റെയും സമയത്ത് നമ്മൾ പറഞ്ഞു ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറുമാണ് ഉണ്ടാവുന്നത്. ആ സമയത്ത് ഇയാൾ എന്തിനു വേണ്ടി ശ്രമിക്കും? ഏതെങ്കിലും ഒരു വഴി തുറന്നു കിട്ടി കഴിഞ്ഞാൽ അതിലെ കടക്കാനായിട്ട് ഈ മുകളിലുള്ള ആ കംപ്രഷൻ ഗ്യാസ് ശ്രമിക്കും, കംപ്രഷന്റെ അല്ലെങ്കിൽ എക്സ്പാൻഷന്റെ സമയത്ത്. അപ്പോ അതിനാകെയുള്ള വഴി ഏതാന്ന് നമ്മൾ പറഞ്ഞത്, ആ പിസ്റ്റൺ റിങ്ങിന്റെയും സിലിണ്ടർ വാൾസിന്റെയും ഇടയിലുള്ള ആ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ആ ഒരു ഗ്യാപ്പ്, അതാണ് എന്താ ആകെയുള്ള വഴി. പക്ഷെ നമ്മൾ പറഞ്ഞു എന്ത്, നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അയാൾ എന്ത് ചെയ്യും, ആ ഒരു ഗ്യാപ്പ് അയാൾ ഒരു സീലിംഗ് ഏജന്റ് ആയിട്ട് അവിടെ എന്ത് ചെയ്യും, അടഞ്ഞിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അങ്ങനെ അടഞ്ഞിരുന്നില്ല എന്ന് വിചാരിക്കും, നമ്മുടെ എഞ്ചിനൊക്കെ കുറെ പഴയതായി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് ആ ഒരു ക്ലിയറൻസ് കൂടി അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ പ്രശ്നം കാരണം ആ ഒരു സീലിംഗ് ആക്ഷൻ പ്രോപ്പർ ആയിട്ട് നടന്നില്ല എന്ന് വിചാരിക്കുക. ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈ പ്രഷർ ഡെവലപ്പ് ചെയ്യുന്ന രണ്ട് കേസുകളാണിത്, കംപ്രഷനും ദെൻ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്. ആ സമയത്ത് എന്ത് ചെയ്യും, ഈ ഗ്യാസിന്റെ കത്തിക്കഴിഞ്ഞ ഗ്യാസിന്റെ കുറച്ചു ഭാഗം എന്ത് ചെയ്യും, ആ ഗ്യാപ്പിൽ കൂടി ഇറങ്ങി താഴെയുള്ള ക്രാങ്ക് കേസിലേക്ക് ഇറങ്ങി വരും. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ബ്ലോ ബൈ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത്. ബ്ലോ ബൈ എന്ന് വായിച്ചു നോക്കിയേ, ദ പ്രോസസ് ഓഫ് ദ കമ്പഷൻ ഗ്യാസസ് ലീക്ക് ഇൻ ടു ദ ക്രാങ്ക് കേസ്, താഴേക്ക് ലീക്ക് ചെയ്ത് വരും. അത് ഏത് സ്ട്രോക്കിലാണ് സാധ്യത, ഡ്യൂറിങ് കംപ്രഷൻ ആൻഡ് എക്സ്പാൻഷൻ സ്ട്രോക്ക്. ആ പ്രോസസ്സിന്, അങ്ങനെ ഇറങ്ങി വരുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ബ്ലോ ബൈ. മനസ്സിലാക്കണ്ട, ബ്ലോ ബൈ. ദെൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ബ്ലോ ബൈ ഗ്യാസസ് ക്രാങ്ക് കേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതില് വാട്ടർ വേപ്പർ ഉണ്ടാവും. നമുക്കറിയാം ഒരു കമ്പഷൻ പ്രൊഡക്ട്സിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ദെൻ വാട്ടർ വേപ്പർ ഉണ്ടാവും, സൾഫറിന്റെ പ്രസൻസ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വാട്ടർ വേപ്പറും സൾഫറും നമ്മുടെ ഈ ക്രാങ്ക് കേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്, കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് കൊറോഷൻ, നമുക്കറിയാം വാട്ടർ വേപ്പർ ആയാലും സൾഫർ ആയാലും എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ക്രാങ്ക് കേസ്, ആ ക്രാങ്ക് കേസിൽ ഉപയോഗിക്കുന്ന മെറ്റൽ പാർട്ട് എന്താ, സ്റ്റീലാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അതിനെന്ത് ചെയ്യും, അയാള് കൊറോഡ് ചെയ്യും, തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി അത് കൂടാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാ PSCക്ക് ചോദിച്ചേക്കണാണ്, വാട്ടറും ഓയിലും മിക്സ് ആവും. അതായത് വാട്ടർ വേപ്പർ ഒക്കെ താഴേക്ക് വന്നിട്ട് എന്ത് ചെയ്യും, അത് വാട്ടറും ഓയിലുമായിട്ട് മിക്സ് ആയിട്ട് സ്ലഡ്ജ് ഫോർമേഷൻ നടക്കും. എന്നാൽ ഒരു ചെളി പരുവമായിട്ട് അയാൾ എന്ത് ചെയ്യും, അതിൽ കിടക്കും. അപ്പൊ ഈ ചെളിയാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഓയിൽ പമ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മുടെ ആ ഒരു പമ്പിങ് ലൈനിനെ തന്നെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യാനായിട്ട് ഇതൊരു സാധ്യതയുണ്ട്. ഓക്കെ, അത് ഇയാളുടെ അളവിനൊക്കെ ഡിപ്പെൻഡ്, എത്ര വാട്ടർ വേപ്പർ ആണ് ഇറങ്ങി വരുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതൊക്കെ മാറിയിരിക്കും. ഇനി വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ഈ വാട്ടർ വേപ്പർ, അതായത് കമ്പഷൻ പ്രൊഡക്റ്റ് താഴേക്ക് വരുമ്പോൾ അയാൾ വേപ്പർ ഫോമിലായിരിക്കും, അത്രയും ഹീറ്റ് ഉള്ളതുകൊണ്ട് ആ വേപ്പർ ഫോമിലായിരിക്കും വാട്ടർ താഴേക്ക് ഇറങ്ങി വരുന്നത് ക്രാങ്ക് കേസിൽ. പക്ഷെ അങ്ങനെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അത് കുറെ കൂടി ഒക്കെ കൂളാവും. അപ്പൊ നമ്മൾ കുറെ കൂടി തണുത്ത കാലാവസ്ഥയുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ഇങ്ങനെ വാട്ടർ വേപ്പർ ഒരുപാട് കണ്ടൻസ് ചെയ്യുകയും അയാൾ പിന്നെ ഒരു ഓവർ കൂളിംഗ് ഒക്കെ ആയിട്ട് ഫ്രീസിങ് സംഭവിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ട, വാട്ടർ വേപ്പർ വളരെ കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല, അത് ഒരുപാട് വന്നു കഴിഞ്ഞ് അയാൾ കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് ഫോമിലേക്ക് മാറി വീണ്ടും തണുത്ത കാലാവസ്ഥയിൽ അയാൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെന്ത് ചെയ്യും, ഓയിൽ പമ്പിനെ ഡാമേജ് ആക്കും. കാരണം ആ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് അടഞ്ഞു പോകും. അങ്ങനെ അടഞ്ഞു പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഓയിൽ പമ്പ് ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ട്. എന്ത് കാരണം കൊണ്ട് ഇതൊക്കെ സംഭവിച്ചേ, ബ്ലോ ബൈ എന്ന് പറയുന്ന ഒരു ഫിനോമിനോൺ. ആ ബ്ലോ ബൈ എന്ന് പറയുന്ന ഫിനോമിനോന്റെ ആഫ്റ്റർ എഫക്ട്സ് ആണെന്ത്, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിന് അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റ് സിസ്റ്റത്തിനെ എങ്ങനെയാണ് ബാധിക്കും എന്നുള്ളതാണത് ഈ 3 പോയിന്റ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കട്ടെ, എന്താണ് ബ്ലോ ബൈ എന്നുള്ളത് ക്ലിയർ ആക്കി വെക്കുക. ഇനി ഇങ്ങനെ ബ്ലോ ബൈ സംഭവിച്ചാൽ നമുക്കറിയാം, നമുക്ക് ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ട് ഒരു സിസ്റ്റം നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റൂല. നമ്മൾ പറയും ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ സീലിംഗ് ആയിട്ട് ആക്ട് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പല ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ആണ് ഡിപ്പെൻഡ് ആയിട്ട് എന്ത് ചെയ്യും, അതിൽ മാറ്റങ്ങൾ വരും, ബ്ലോ ബൈ ഗ്യാസസ് താഴേക്ക് ഇറങ്ങി വരും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ 100% ഓക്കെ അല്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ ബ്ലോ ബൈ ഗ്യാസസ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കാം, ഇയാൾ നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് തള്ളിവിടണം. ഓക്കെ, ബ്ലോ ബൈ ഗ്യാസ് അകത്ത് കിടന്നാലേ, ക്രാങ്ക് കേസിന്റെ അകത്ത് കിടന്നാലേ പ്രശ്നമുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ക്രാങ്ക് കേസിന്റെ അകത്ത് കിടക്കാൻ സമ്മതിക്കാതെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ പുറത്തേക്ക് തള്ളിവിടണം. അങ്ങനെ തള്ളിവിടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ക്രാങ്ക് കേസ് വെന്റിലേഷൻ. ശ്രദ്ധിക്കാട്ടാ, ബ്ലോ ബൈ ഗ്യാസസിനെ ആ ക്രാങ്ക് കേസിൽ കിടക്കാതെ പുറത്തേക്ക് തള്ളിവിടുന്ന ഒരു പ്രോസസ്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ പ്രോസസ് ഓഫ് പാസിംഗ് എയർ സ്ട്രീം ത്രൂ ദ ക്രാങ്ക് കേസ്
ടു റിമൂവ് ദ ബ്ലോ ബൈ ഗ്യാസസ് ഈസ് കോൾഡ് ക്രാങ്കേസ് വെന്റിലേഷൻ. അതായത് ഒരു വെന്റിലേഷൻ, നമ്മൾ സാധാരണ റൂമിനൊക്കെ വെന്റിലേഷൻ കൊടുക്കൂലേ, അതുപോലെ ക്രാങ്കേസിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും. അതായത് എയർ സ്ട്രീം കയറി ഇറങ്ങി പോകാനായിട്ട് ഒരു വെന്റിലേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ പുറത്തുനിന്ന് കയറി വരുന്ന എയർ എന്ത് ചെയ്യും, ഈ പറയുന്ന താഴേക്ക് ഇറങ്ങി വരുന്ന ബ്ലോ ബൈ ഗ്യാസസിനെ തള്ളിക്കൊണ്ട് എന്ത് ചെയ്യും, അയാൾ പുറത്തേക്ക് ഇറങ്ങി പോകും. അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ എയർ എന്ത് ചെയ്യും, ഈ ക്രാങ്ക് കേസിൽ പോകാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ആ ബ്ലോ ബൈ ഗ്യാസ് എപ്പോഴെങ്കിലും താഴേക്ക് ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും, ഈ എയർ ഫ്രഷ് എയർ എന്ത് ചെയ്യും, ഇയാളെ തള്ളി പുറത്താക്കും. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഓയിലായിട്ട് മിക്സ് ചെയ്യാനോ ഉള്ള സാധ്യത ഒന്നും അവിടെ വരില്ല. അപ്പൊ അതും ഓർത്തിരിക്കുക, എന്താണ് ബ്ലോ ബൈ അല്ലെങ്കിൽ ബ്ലോ ബൈ ഗ്യാസസ്, ദെൻ എന്താണ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ. ഈ ജസ്റ്റ് ഇയാളുടെ പ്രോപ്പർട്ടീസ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലൂബ്രിക്കേഷൻ എന്ന് പറയുന്ന പാർട്ട് കംപ്ലീറ്റ് ആവും. ഒരു ലൂബ്രിക്കന്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാട്ടാ. എടാ എല്ലാരും ഇവിടെ ഉണ്ടാ? ഉറക്കമുണ്ടാ? ഇല്ല. ഇത് ശ്രദ്ധിക്കാട്ടോ, തിയറി ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. കാരണം അതിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് നമുക്ക് നമ്മളുടെ നിലവാരം മനസ്സിലാവുള്ളൂ, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളത്. അപ്പൊ ഇതിലൊക്കെ ഇനിയിപ്പോ നമ്മള് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പാർട്ട് കയറി വന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നോളാം, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു കാരണവശാലും സ്കിപ്പ് അടിക്കരുത്. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതോ നമുക്ക് വായിക്കുമ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് കംപ്ലീറ്റ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അത് ഏത് വേണമെങ്കിലും ചോദിക്കാം, ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇനി ചോദിക്കാന്നൊരു നിർബന്ധമില്ല. അപ്പൊ ശ്രദ്ധിക്കുക. വിസ്കോസിറ്റി, എന്താണ് വിസ്കോസിറ്റി പറയാമോ? എന്താണ് വിസ്കോസിറ്റി എന്ന് പറയാമോ? നിങ്ങൾ പറഞ്ഞു, ഇന്ററാക്റ്റീവ് ആയിട്ട് പോവാം, തീരാറായില്ലേ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റെസിസ്റ്റൻസ് ടു ഫ്ലോ. റെസിസ്റ്റൻസ് ടു ഫ്ലോ. വിസ്കോസിറ്റിയുടെ ഒരു ഓപ്പോസിറ്റ് എന്താന്ന് പറയാമോ? ഓപ്പോസിറ്റ് ഒരു ടൈം ഉണ്ട്. ഇത് നിങ്ങൾ റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണെങ്കിൽ ഈസിനെസ് ടു ഫ്ലോ എന്ത് വിളിക്കാം? കേട്ടല്ലേ? അറിയില്ല സർ, പറ, ചിലപ്പോ കേട്ടിട്ടുണ്ടാവും. ഫ്ലൂയിഡിറ്റി എന്നാണ് പറയാ, ഫ്ലൂയിഡിറ്റി. വിസ്കോസിറ്റി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ടു ഫ്ലോ ആണെങ്കിൽ, ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നതാണ് ഈസിനെസ് ടു ഫ്ലോ, എത്ര ഈസി ആയിട്ട് അയാൾ കടന്നു പോകും. അതായത് രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് വിസ്കോസിറ്റി എന്ന് ഫസ്റ്റ് പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, ഒരു ക്വസ്റ്റ്യൻ ആണത്. വിസ്കോസിറ്റി ഈസ് എ മെഷർ ഓഫ് തിക്നെസ് ഓഫ് ഓയിൽ ഫിലിം. ശ്രദ്ധിക്കാട്ടാ, ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നൂല, പക്ഷെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഓപ്ഷൻ കൺഫ്യൂസിങ് ആക്കി നമുക്ക് തരും. ഡെൻസിറ്റി ഒക്കെ കയറ്റി പറയും. ഡെൻസിറ്റി എന്നുള്ള ടേം ഒക്കെ കയറ്റിയിട്ട് ഓപ്ഷനിൽ ഇടുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. അപ്പൊ പ്രത്യേകം എടുത്തു പഠിക്കുന്നതാണ്. വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓയിൽ ഫിലിമിന്റെ തിക്നെസ്സിനെയാണ് നമ്മൾ എന്താ പറയാ, ഇപ്പൊ രണ്ട് റിലേറ്റീവ് മോഷൻ വരുന്ന പാർട്ട് ഉണ്ടല്ലോ, ആ രണ്ട് റിലേറ്റീവ് മോഷൻ വരുന്ന പാർട്ടിന്റെ ഇടയിലുള്ള ഓയില്, അയാൾക്ക് ഒരു പർട്ടിക്കുലർ തിക്നെസ് ഉണ്ടാവും. ആ തിക്നെസ് കൂടുന്തോറും നമ്മൾ എന്ത് പറയും? ആ ഓയിലിന്റെ വിസ്കോസിറ്റി കൂടുതലാന്ന് പറയും. തിക്നെസ് കുറയുന്തോറും നമ്മൾ എന്ത് പറയും? ആ ഓയിലിന്റെ വിസ്കോസിറ്റി കുറവാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ വിസ്കോസിറ്റി എന്തിന്റെ മെഷറാണ്? മനസ്സിൽ കയറ്റുക. എന്തിന്റെ? ഡെൻസിറ്റിയോ വേറെ ഒന്നിന്റെ അല്ല. വിസ്കോസിറ്റി ഈസ് എ മെഷർ ഓഫ് തിക്നെസ് ഓഫ് ഓയിൽ ഫിലിം. ഓയിൽ ഫിലിമിന്റെ തിക്നെസ് ആണ് എന്ത്? വിസ്കോസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാർജ് ക്ലിയറൻസസ്, അതായത് ആ രണ്ട് കമ്പോണൻസ് ഉണ്ടല്ലോ, മൂവിങ് കമ്പോണൻസ്, ആ മൂവിങ് കമ്പോണൻസ് തമ്മിലുള്ള ക്ലിയറൻസ് കൂടുതലാവുന്ന അവസ്ഥ, അതാണ് ലാർജ് ക്ലിയറൻസസ്. ആൻഡ് ഹെവി ലോഡ്, കുറെ കൂടി വലിയ എഞ്ചിനൊക്കെ ആയിട്ട് ഹെവി ലോഡ് എടുക്കുന്ന എഞ്ചിൻ ആണെങ്കിൽ ലാർജ് ക്ലിയറൻസസ് ആൻഡ് ഹെവി ലോഡ് റിക്വയർ ഹൈ വിസ്കോസിറ്റി ഓയിൽ. മനസ്സിലാക്കാട്ടോ, ഹൈ വിസ്കോസിറ്റി ഓയിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? ലാർജ് ക്ലിയറൻസോ ഹെവി ലോഡോ ഒക്കെ വരുന്ന കേസിലാണല്ലോ എന്ത് ഉപയോഗിക്കുന്നത്? ഹൈ വിസ്കോ. കാരണം ക്ലിയറൻസ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? അതിന്റെ ഇടയിൽ പ്രോപ്പർ ആയിട്ട് ഇയാൾ ഇരിക്കണമെങ്കിൽ അയാളുടെ ഓയിൽ ഫിലിമിന്റെ തിക്നെസ്സും കൂടണം. ഓയിൽ ഫിലിമിന്റെ തിക്നെസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തും കൂടും? വിസ്കോസിറ്റിയും കൂടും. അതാണ് ആദ്യം പറഞ്ഞ പോയിന്റ്. ദെൻ എവിടെയാണ് ലോ വിസ്കോസിറ്റി ഓയിൽസ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. എന്തോ? ഹൈ സ്പീഡ് റിക്വയർ ലോ വിസ്കോസിറ്റി ഓയിൽ. ഹൈ സ്പീഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കുറെ കൂടി ഹെവി അല്ല, കുറെ കൂടെ ഒക്കെ ലൈറ്റ് ലോഡ് ഒക്കെ എടുക്കുന്നതിൽ നമുക്ക് എന്ത് പറയാം? ലോ വിസ്കോസിറ്റി ഓയിൽ മതി എന്ന് നമുക്ക് അവിടെ പറയാം. ദെൻ അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേമാണ് വിസ്കോസിറ്റി ഇൻഡെക്സ്. ശ്രദ്ധിക്കട്ടെ, വിസ്കോസിറ്റി ഇൻഡെക്സും മാറിപ്പോയത്. വിസ്കോസിറ്റി എന്തിന്റെ മെഷറാണ്? ഓയിൽ ഫിലിമിന്റെ തിക്നെസിന്റെ മെഷർ ആണെങ്കിൽ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടെമ്പറേച്ചർ അനുസരിച്ചിട്ടുള്ള വിസ്കോസിറ്റിയിലെ ചേഞ്ച് എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്ന ടൈമാണെന്ത്? വിസ്കോസിറ്റി ഇൻഡെക്സ്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു അല്ലെ,
ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എന്താണ് ഓയിലിന്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആ റേഞ്ച് വളരെ കൂടുതലായിരിക്കും. അതാണ് ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നല്ലൊരു ലൂബ്രിക്കേഷൻ ആണെങ്കിൽ സിസ്റ്റം ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എങ്ങനത്തെ ആയിരിക്കും? ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉള്ളതായിരിക്കും. അതായത് ടെമ്പറേച്ചർ ഒരുപാട് താന്നാലോ ഒരുപാട് കൂടിയാലോ അത് ആരെ ബാധിക്കില്ല? ഹൈ വിസ്കോസിറ്റി ഉള്ള ഓയിൽ, ഹൈ വിസ്കോസിറ്റി ഇൻഡെക്സ് ഉള്ള ഓയിലിനെ ബാധിക്കില്ല. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും. ഒരു ഗുഡ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിൽ ഹൈ ഫ്ലാഷ് പോയിന്റും ഹൈ ഫയർ പോയിന്റും ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് ഒരു ടൈമാണ് ക്ലൗഡ് പോയിന്റ്. ഈ പോർ പോയിന്റ് നമ്മൾ കണ്ടിട്ടുണ്ട് എഞ്ചിന്റെ ഒരു ക്ലാസ് എടുത്തപ്പോ നമ്മൾ പോർ പോയിന്റ് ഫ്ലാഷ് പോയിന്റ് ഒക്കെ ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കയറി വരുന്ന ടൈമാണ് ക്ലൗഡ് പോയിന്റ്. ശ്രദ്ധിക്കട്ടെ, ക്ലൗഡ് പോയിന്റ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്താണ്? ക്രൂഡ് ഓയിൽ ആണ്, അല്ലെങ്കിൽ പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അയാളുടെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, ശ്രദ്ധിക്കട്ടെ, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ ഓയിലിൽ നിന്നും വാക്സ് സെപ്പറേറ്റ് ചെയ്ത് വരും. ശ്രദ്ധിക്കുക, ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഓയിലിൽ നിന്ന് എന്ത് ചെയ്യും? വാക്സ് ഫോമിലുള്ള ഒരു സാധനം, അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ. വാക്സ് ഒക്കെ ഉൾപ്പെടുന്നതാണല്ലോ പെട്രോളിയം, ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് വാക്സ് രൂപത്തിലുള്ള ആൾ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്ത് വരുന്നൊരു അവസ്ഥ വരും. ആ ഒരു ടെമ്പറേച്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലൗഡ് പോയിന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കട്ടെ, അതായത് സാധാരണ ലിക്വിഡ് ഫോമിലാണ് നമ്മൾ ഇയാളെ കാണുന്നത്. അപ്പോൾ ഇയാളുടെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. അതിനാണ് നമ്മൾ ക്ലൗഡ് പോയിന്റും പവർ പോയിന്റും ഉപയോഗിക്കുന്നത്. എന്താണ്? താഴ്ന്ന ടെമ്പറേച്ചറുകളാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഈ പറയുന്ന പോലെ വാക്സ് ഫോർമേഷൻ കാണും, അല്ലെങ്കിൽ ലിക്വിഡ് ഓയിലിൽ നിന്നും വാക്സ് സെപ്പറേഷൻ കാണും. വാക്സ് വന്നു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, സോളിഡ് അല്ല സാധനം. അപ്പൊ നമ്മുടെ നേരത്തെ പറഞ്ഞ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ ബാധിക്കും. അപ്പോൾ ആ ഒരു വാക്സ് ഫോർമേഷൻ നടക്കുന്ന അല്ലെങ്കിൽ സെപ്പറേഷൻ നടക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലൗഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ക്ലൗഡ് പോയിന്റ്. ഇനി വീണ്ടും ടെമ്പറേച്ചർ താഴുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തിക്കഴിയുമ്പോൾ ഓയിലിന് ഒഴുകാനുള്ള കഴിവ് നഷ്ടപ്പെടും. ശ്രദ്ധിക്കാട്ടാ, അതായത് ഒരു ലിക്വിഡ് പ്രോപ്പർട്ടി, ഫ്ലൂയിഡ് പ്രോപ്പർട്ടി ആക്കി നഷ്ടപ്പെടുന്ന ആ ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. പോർ പോയിന്റ്, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ഓയിൽ സ്റ്റോപ്പ് ഫ്ലോയിങ് ഈസ് നോൺ ആസ് പോർ പോയിന്റ്. അപ്പൊ നമുക്കറിയാം എന്ത്, നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിൽ അയാൾക്ക് എന്തായിരിക്കണം? അയാളുടെ ക്ലൗഡ് പോയിന്റും പോർ പോയിന്റും മാക്സിമം താഴ്ന്നു നിൽക്കണം ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? വളരെ കോൾഡ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും, വണ്ടി ഓടുന്നത്, എഞ്ചിൻ പ്രവർത്തിക്കുന്നത് വളരെ കോൾഡ് ആയിട്ടുള്ള അവസ്ഥയിലാണെങ്കിലും അയാളുടെ ക്ലൗഡ് പോയിന്റും പവർ പോയിന്റും താഴെയാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കില്ല? ഈ പറയുന്ന വാക്സ് ഫോർമേഷനും ഈ പറയുന്ന ഒഴുകാനുള്ള കഴിവ് നഷ്ടപ്പെടുന്ന അവസ്ഥയും അവിടെ ഒഴിവാക്കാനായിട്ട് നമുക്ക് പറ്റും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിൽ ഹൈ ഫ്ലാഷ് പോയിന്റും ഹൈ ഫയർ പോയിന്റും വേണം, അത് കത്തിപ്പോവാൻ പാടില്ല. ഓക്കെ, ഇനി നല്ല ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ആണെങ്കിൽ ലോ ക്ലൗഡ് പോയിന്റും ലോ പോർ പോയിന്റുമാണ് ഡിസൈറബിൾ പ്രോപ്പർട്ടി. ഇങ്ങനത്തെ ഹൈയും ലോ ഒക്കെ പ്രത്യേകം മനസ്സിൽ വെക്കുക കേട്ടോ. ദെൻ നമ്മൾ പറയുന്നതാണ് ഓയിലിനെസ് ഓർ ഫിലിം സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓയിലിനെസ് ശ്രദ്ധിക്കുക, ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചോദ്യങ്ങളൊന്നും കാണാറില്ല. നല്ലൊരു ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എന്താണ് ഈ ഓയിലിനെസ് എന്നുള്ളത്. ഈ ഓയിലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് രണ്ട് ഓയിൽ എടുക്കുകയാണ്. ശ്രദ്ധിക്കുക, രണ്ട് ഒരേ വിസ്കോസിറ്റി ഉള്ള രണ്ട് ഓയിൽ എടുത്തു കഴിഞ്ഞാൽ അതിലിരിക്കുന്ന ഒരു ഓയിലിന്റെ ഓയിലിനെസ് കൂടുതലാണെന്ന് പറഞ്ഞാൽ, ശ്രദ്ധിക്കട്ടോ, അതിലെ ഒരു ഓയിലിന്റെ ഓയിലിനെസ് കൂടുതലാണ് എന്ന് പറഞ്ഞാല് അതിന്റെ ആ ഓയിലിന്റെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മറ്റേയാളെ അപേക്ഷിച്ചിട്ട് കുറവാണെന്നാണ്. ശ്രദ്ധിക്കാട്ടോ, സാധാരണ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ എന്ത് വെച്ചിട്ടാ പറയാ? വിസ്കോസിറ്റി വെച്ചിട്ടാണ് പറയാ. അപ്പൊ നമ്മൾ ഒരു ഓയിൽ എടുത്തു, അതേ വിസ്കോസിറ്റി ഉള്ള മറ്റൊരു ഓയിൽ നമ്മൾ എടുത്തു. രണ്ടും രണ്ട് കെമിക്കൽ പ്രോപ്പർട്ടിയാണ്. കെമിക്കൽ കോമ്പോസിഷനൊക്കെ വ്യത്യാസമാണെങ്കിലും വിസ്കോസിറ്റി സെയിം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ കെമിക്കൽ കോമ്പോസിഷന്റെ വ്യത്യാസം കാരണം അതിൽ മാറ്റം വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഓയിലിനെസ് എന്നുള്ളത്. ഓയിലിനെസ്. അപ്പൊ ഓയിലിനെസ് കൂടുതലുള്ള ഓയിലിന്റെ ആ ഒരു കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ശ്രദ്ധിക്കുക, കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓയിലിനെസ് കൂടിയ ഓയിൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കൂടിയ ആളാണെങ്കിലോ അതിന്റെ ഓയിലിനെസ് കുറവാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ ജസ്റ്റ് അതൊന്ന് നിങ്ങൾ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക എന്താണ് ഓയിലിനെസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദെൻ കൊറോസീവ്നെസ് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഓയിൽ ഷുഡ് ബി നോൺ കൊറോസീവ് ആയിരിക്കണം, തുരുമ്പ് പിടിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത്. ആൻഡ് ഷുഡ് പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് കൊറോഷൻ. ഒരു ഫിലിമായിട്ടൊക്കെ കിടക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ അയാൾ എന്ത് ചെയ്യണം? മറ്റ് ഗ്യാസസ് നമ്മുടെ മെറ്റൽ പാർട്ടുമായിട്ട് കോണ്ടാക്ട് വന്ന് കൊറോഡ് ചെയ്യാതിരിക്കാനും അയാൾ എന്ത് ചെയ്യണം? ഒരു പ്രൊട്ടക്ടിങ് ഏജന്റ് ആയിട്ടും അയാൾ ആക്ട് ചെയ്യണം.
ദെൻ ലാസ്റ്റത്തെ 2 പോയിന്റ് ആണ് ഡിറ്റർജൻസി. ശ്രദ്ധിക്കാട്ടാ, ഇയാളും ചോദിച്ചിട്ടുണ്ട് ഡിറ്റർജൻസി. ഡിറ്റർജന്റ് സാധാരണ നമ്മൾ എന്തിനു ഉപയോഗിക്കണേ? ക്ലീനിങ് ആക്ഷന് വേണ്ടിയിട്ടല്ലേ? സാധാരണ നമ്മള് എന്താണ് ഒരു ക്ലീനിങ് ആക്ഷന് വേണ്ടിയിട്ടാണ് ഡിറ്റർജൻസി ഉപയോഗിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ എബിലിറ്റി ഓഫ് ആൻ ഓയിൽ ടു ക്ലീൻ ദ എഞ്ചിൻ ഡെപ്പോസിറ്റ്. എഞ്ചിൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാർബണും വേറെ എന്താണ് കത്തിക്കഴിഞ്ഞ കമ്പഷന്റെ എന്തെങ്കിലും എന്താണ് ബാക്കി പത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അയാളൊക്കെ ഒഴിവാക്കി വിടണം, അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വിടണം. അതും ആരുടെ പ്രോപ്പർട്ടിയിൽ പെട്ടതാണ്? ഒരു നല്ലൊരു ലൂബ്രിക്കേറ്റിംഗ് ഓയിലിന്റെ പ്രോപ്പർട്ടിയിൽ പെട്ടതാണ് എന്ത്? ഡിറ്റർജൻസി. ഓർത്തു വെക്കുക, ഡിറ്റർജൻസി. ദെൻ ഫോമിങ്. ശ്രദ്ധിക്കുക, ഫോമിങ്. ഈ ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുറെ എന്താണ് വോയിഡുകളൊക്കെ ആയിട്ടിരിക്കുന്ന സാധനത്തിന് നമ്മൾ ഫോം എന്ന് പറയാം. സ്പോഞ്ച് ഒക്കെ അല്ലെ, ഒരു കുറെ വോയിഡ്സ് ഒക്കെ ഇടയിൽ കയറി വരുന്നതാണ് നമ്മൾ ഫോം എന്ന് പറയാം, ഫോമിങ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ ഓയിലിന്റെ അകത്ത് എയർ ബബിൾസ് വരുന്ന ആ ഒരു സാഹചര്യം, അതിനാണ് നമ്മൾ ഫോമിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ കണ്ടീഷൻ വെർ മൈന്യൂട്ട് ബബിൾസ് ഓഫ് എയർ ആർ ഹെൽഡ് ഇൻ ദ ഓയിൽ. ഓയിലിന്റെ അകത്ത് മൈന്യൂട്ട് ആയിട്ടുള്ള എയർ ബബിൾസ് കയറി പറ്റുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോമിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഫോമിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് എയർ ആണ് കയറി വരുന്നത്. എയറിന്റെ അകത്ത് ഓക്സിജൻ ഉണ്ടാവും. ഈ ഓക്സിജൻ എന്തിനു കാരണവും? ഓക്സിഡേഷന് കാരണവും. ശ്രദ്ധിക്കുക, ഓക്സിജൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഓക്സിജൻ എന്താണ് മറ്റു പല ആൾക്കാരുമായിട്ട് റിയാക്ട് ചെയ്യും. ഓയിലായിട്ട് റിയാക്ട് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റൽ പാർട്സ് ആയിട്ടൊക്കെ റിയാക്ട് ചെയ്യാം അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. അങ്ങനെ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ ഓയിലിന്റെ ആ ഒഴുകാനുള്ള കഴിവിൽ ചില പ്രശ്നങ്ങൾ വരും. മാസ് ഫ്ലോ റേറ്റ് കുറയും. അപ്പൊ നമ്മുടെ സാധാരണ പമ്പിനകത്ത് എയർ കയറിയുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, അതായത് വലിക്കൂല. മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഓയിൽ എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയില് കൊടുക്കേണ്ട പ്രഷർ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട, ഈ ഓയില് ബിയറിങ്സിലൊക്കെ കൊടുക്കേണ്ട, ഇതെല്ലാം റിലേറ്റഡ് ആണ്. എല്ലാ വർക്കിങ്ങും എല്ലാവരുടെയും വർക്കിങ്ങും റിലേറ്റഡ് ആണ്. ഈ ഓയിൽ കൊടുക്കേണ്ട ഒരു പ്രഷർ ഉണ്ട്. അതാണ് ഈ ഹൈഡ്രോ ഡൈനാമിക് പ്രഷർ. ഡൈനാമിക് എന്ന് വെച്ചാൽ മോഷനിലുള്ളത്. അപ്പൊ ഈ ഓയിൽ ഒഴുകിയല്ല ചെല്ലണേ. അപ്പൊ ഈ ഹൈഡ്രോ ഡൈനാമിക് പ്രഷറിൽ കുറവ് വരും. അങ്ങനെ കുറവ് വന്നാൽ സ്വാഭാവികമായിട്ടും ലൂബ്രിക്കേഷൻ കിട്ടേണ്ട ആ ബിയറിങ്സ് ഉണ്ടല്ലോ, ആ ബിയറിങ്സിന്റെ ലോഡ് കപ്പാസിറ്റിയും കുറയും. ശ്രദ്ധിക്കട്ടെ, എല്ലാം റിലേറ്റഡ് ആയിട്ട് വന്നു. എന്താ സംഭവം? എന്താ ഒറ്റ കാര്യം സംഭവിച്ചുള്ളൂ, ഓയിലിനകത്ത് എയർ ബബിൾസ് കയറി. അത് ഫോമിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വന്നു. അങ്ങനെ കണ്ടീഷൻ വന്നപ്പോ എയർ ബബിൾസ് കയറിയപ്പോ എന്തൊക്കെ അതിനെ തുടർന്ന് പ്രശ്നങ്ങൾ വന്നു? ഓക്സിഡേഷൻ നടന്നു. ഓക്സിഡേഷൻ കാരണം മാസ് ഫ്ലോ റേറ്റ് ഓഫ് ഓയിൽ കുറഞ്ഞു. അങ്ങനെ കുറയുന്നതുകൊണ്ട് ഹൈഡ്രോഡൈനാമിക് പ്രഷർ കുറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ ബിയറിങ്സിന്റെ ലോഡ് ക്യാരിയിങ് കപ്പാസിറ്റി കുറയും. അതാണ് എന്തിന്റെ എഫക്ട്? ഫോമിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടിയുടെ എഫക്ട്. ഓക്കെ, ബാക്കി ചോദ്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? കൂളിംഗ് സിസ്റ്റത്തിന്റെ, ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിന്റെ ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.